പ്രൈസ് ദി ലോർഡ്. സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. ഇസ്രായേലിൻ്റെ ചരിത്രം കുറേ ദിവസങ്ങളായി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ 9ാമത്തെ എപ്പിസോഡാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ സെഷൻ സീറ്റിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും 2024 ഡിസംബർ മാസം 31 ഈ വർഷത്തെ അവസാനത്തെ ഒരു എപ്പിസോഡാണ്. ഒത്തിരി സ്നേഹത്തോടുകൂടെ ഇൻ അഡ്വാൻസ് ആസാദിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട പുതിയ വർഷം കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലും ലോകവും ലോകത്തിൻ്റെ ചലനമൊക്കെ പഠിക്കുന്നത് വളരെ കൗതുകകരമാണ്. വേദപുസ്തകവും ഇസ്രായേലിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുന്നവർക്ക് മറ്റാരെക്കാലത്തിലും നന്നായിട്ട് ലോകത്തിൻ്റെ ഭാവി പ്രവചിക്കുവാൻ കഴിയും. അപ്പോൾ നാം ചരിത്രം പഠിക്കുന്നു, ഭാവിയെക്കുറിച്ചും ഒക്കെ അറിവുള്ളവരായിത്തീരുന്നു. അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ. റോയ് പാസ്റ്റർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടു കൂടെ ആദരവോടുകൂടെ പ്രിയ റോയ് പാസ്റ്റർ വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെയാണ് ഈ ആഴ്ച നേരത്തെ ചെയ്യുന്നത്. ന്യൂ ഇയർ ആണെങ്കിലും എല്ലാവരും 1 സെക്കൻഡ് പാസ്റ്റർ. ന്യൂ ഇയർ ആണെങ്കിലും എല്ലാവർക്കും തിരക്കൊക്കെ ഉള്ള സമയങ്ങളാണെങ്കിലും നമ്മൾ അല്പം സമയമില്ലാത്ത സമയത്ത് ചെയ്യുന്ന ഒരു എപ്പിസോഡ്. ദൈവത്തിന് സ്തോത്രം. ബാംഗ്ലൂരിൽ ന്യൂ ഇയർ ഒക്കെ എങ്ങനെയാ പാസ്റ്ററേ? ന്യൂ ഇയറിന്റെ തിരക്കൊക്കെ നടക്കുന്നു. ഇന്ന് 31 ആയതുകൊണ്ട് ഈവനിങ് ചർച്ച് മീറ്റിംഗ്, പല കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. പക്ഷെ എന്നാലും കർത്താവ് സഹായിക്കുന്നു. ഞങ്ങളുടെയും ചർച്ചിൻ്റെ തിരക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു പാസ്റ്ററേ. ക്യാമ്പായിരുന്നു, ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങി വന്നു. ഇന്നിനി ന്യൂ ഇയർ മീറ്റിംഗ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആ ഒരു ഭാഗം തന്നെ ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരീഡും ഇസ്രായേലിൻ്റെ ചരിത്രമൊക്കെയായിട്ട് ചേർത്ത് കർത്താവിൻ്റെ 1ഉം 2ഉം വരവുകൾക്ക് വേണ്ടി എങ്ങനെയാണ് ലോകം പ്രിപ്പയറായത്, ലോകമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇസ്രായേൽ എന്ന രാഷ്ട്രം എങ്ങനെയാണ് പ്രിപ്പയറായത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഒന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. 1ാമത്തെ വരവിന് വേണ്ടി ലോകം തയ്യാറെടുത്തു. അതുപോലെ തന്നെ ഇന്ന് 2ാം വരവിന് വേണ്ടി ലോകം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്ന് നമ്മളൊന്നിച്ച് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു 1ാമത്തെ വരവ് പറഞ്ഞു തുടങ്ങാം അല്ലേ പാസ്റ്ററേ? അതെ, 1ാമത്തെ വരവിന്റെ കമന്റ്സ് കേട്ടിട്ട്. പക്ഷെ 1ാമത്തെ വരവിനകത്ത് നടന്ന ലക്ഷണങ്ങൾ 2ാമത്തെ വരവിനകത്തും ദൈവം ചെയ്യുന്ന, അല്ലെങ്കിൽ പുത്രന്റെ വരവിന് വേണ്ടിയിട്ടുള്ള, സെക്കൻഡ് കമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ പ്രിപ്പറേഷൻ, ലോകത്തിൽ അതിന് നടക്കുന്ന അടയാളങ്ങൾ, അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം പാസ്റ്ററേ. അതെ, ഞാൻ 1ാമത്തെ വരവിന് മുമ്പ് നടന്ന ചില സംഭവങ്ങൾ അത് നമുക്ക് പഠിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഞാൻ പറയാം. അതിനുശേഷം 2ാം വരവിന് മുമ്പ് നടക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ റോയ് പാസ്റ്ററും അല്പസമയങ്ങളിൽ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യും. നമുക്കെല്ലാം അറിയാം, കർത്താവിൻ്റെ 2ാം വരവിലേക്ക് സഭ, ലോകം ഇങ്ങനെ വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വിശദമായിട്ട് പ്രതിപാദിക്കേണ്ട വിഷയങ്ങളാണ്. എങ്കിലും ചുരുക്ക സമയങ്ങളിൽ നമ്മളതൊന്ന് നമ്മുടെ ആ പ്രത്യാശയുടെ വർധനയ്ക്ക് വേണ്ടി ഒന്ന് പറവാൻ ആഗ്രഹിക്കുകയാണ്. ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരീഡിനെ കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത്. അതിനൊരു പ്രത്യേകതയുള്ളത്, ഈ ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരീഡ് നിശബ്ദകാലം എന്നതിന് പേര് ഇടുന്നുണ്ടെങ്കിലും 2 ടെസ്റ്റ്മെൻറ്റ്സിന്, 2 ഉടമ്പടികൾക്ക് ഇടയിലുള്ള സമയമെന്ന് നമ്മൾ പേരിടുന്നൊക്കെ ഉണ്ടെങ്കിലും ആ കാലഘട്ടം വളരെ ക്രൂഷ്യലായ കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ചും പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം ജെറുസലേം ദേവാലയമൊക്കെ പണിതു. ഇസ്രയേൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ ഒരു വലിയ ആത്മീകമാകുന്നൊരു നവീകരണത്തിൻ്റെ കാലഘട്ടം എന്ന് പറയാം. കാരണം പ്രവാസത്തിലേക്ക് പോയത് കൊണ്ട് തന്നെ ഇനി ഒരു പ്രവാസം ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവം ഇനി നമ്മെ ശിക്ഷിച്ച് നമ്മുടെ മക്കൾ പ്രവാസത്തിൽ പോകരുത്, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നിട്ട് മക്കളുടെ പല്ല് പുളിക്കരുതെന്ന് തീരുമാനിച്ച തലമുറകളായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് പരീശന്മാരുടെ പ്രസ്ഥാനം. കാരണം പരീശന്മാർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കൃത്യതയോടുകൂടെ ദൈവവചനം അനുസരിക്കാൻ ശ്രമിക്കുക. കാരണം ദൈവവചനം ഇനി അനുസരിക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് പ്രവാസത്തിലേക്ക് പോകാൻ ഇടയാകരുതെന്നുള്ള ഒരു ചിന്ത. പക്ഷേ വിരോധാഭാസം എന്ന് പറഞ്ഞൊരു കാര്യം പാസ്റ്റർ എന്നെ ചിന്തിപ്പിച്ചത്, ഇത്ര കൃത്യമായിട്ട് വചനം അനുസരിക്കാൻ ശാഠ്യം പിടിച്ച പരീശന്മാർ തന്നെയാണ് യേശുവിനെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് നിന്നത്. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ പരീശന്മാരുടെ അകത്ത്
ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി എന്നതിനെക്കാട്ടിൽ അധികമായിട്ട് ഒരു സ്പിരിറ്റ് ഓഫ് റിലീജിയൻ ആയിരുന്നു. ഈ തുടരുത്, പിടിക്കരുത്, ചെയ്യരുത് ഇങ്ങനെ വാശി പിടിക്കുന്ന ഒരു സ്പിരിറ്റ് ഓഫ് റിലീജിയൻ ആയിരുന്നു. അപ്പോൾ ഈ സ്പിരിറ്റ് ഓഫ് റിലീജിയനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ മതത്തിൻ്റെ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടങ്ങ് കൃതകൃത്യക്കാരാണ്, കാർക്കശ്യക്കാരാണ്. പക്ഷേ യേശു കർത്താവ് ഇറങ്ങി വന്നപ്പോൾ അവനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. കാരണം മതത്തിൻ്റെ ആത്മാവേ ഉള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനത്തിന് അനുവാദം കൊടുക്കുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലും അനേക സഭാവിഭാഗങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. നിയമം കൊണ്ട്, കാർക്കശ്യം കൊണ്ട് നമ്മൾ വചനത്തെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിന് എന്ത് സംസാരിക്കണം എന്നുള്ളത് കേൾക്കാൻ നമ്മൾ മറന്നു പോകുന്നു. പരീശന്മാർ നൽകുന്ന പാഠമാണത്. അപ്പോൾ പരീശന്മാർ വലിയ കൃത്യതയോടുകൂടി വേദപുസ്തകം അനുസരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചവരായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് എസീൻ സന്യാസിമാരെക്കുറിച്ച്, അതുപോലെ തന്നെ എരിവുകാരെന്ന് പറയുന്ന കൂട്ടരെക്കുറിച്ച്. ഹേരോദ്യരെ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. എരിവുകാർ ഒരു തീവ്രവാദ വിഭാഗമാണ്. അവർക്ക് സത്യത്തിൽ റോമാക്കാരെ ഓടിച്ചിട്ട് രാജ്യം പുനഃസ്ഥാപിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അങ്ങനെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരീഡ്. അങ്ങനെ ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരീഡിൻ്റെ അവസാനമായപ്പോൾ യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് സംഭവിക്കുന്നതിന് മുമ്പേ ഈ ലോകം മുഴുവൻ രക്ഷകനെ എതിരേൽക്കാൻ ഒരുങ്ങി എന്നുള്ളതാണ് അന്നത്തെ കാലത്തെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, നിശ്ചയമായിട്ടും യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പും ആ വരവിൻ്റെ ലക്ഷണങ്ങളായി ലോകം മുഴുവൻ ഒരുങ്ങുമെന്നുള്ളതിന് ഒരു തെളിവാണ് ഈ കാര്യം. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ഇപ്രകാരം നമ്മൾ പുറവാനടിയായിത്തീരുന്നത്. ഒന്നാമത്തെ വരവിന് ലക്ഷണങ്ങളുണ്ടായിരുന്നെങ്കിൽ, ഒന്നാമത്തെ വരവ് സംഭവിക്കുന്നതിന് മുമ്പ് മശിഹ വരുന്നു എന്നുള്ളതിന് ലക്ഷണങ്ങളുണ്ടായിരുന്നുവെങ്കിൽ, രണ്ടാമത്തെ വരവിനും കൃതകൃത്യമാകുന്ന ലക്ഷണങ്ങളുണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ വരവിൻ്റെ ലക്ഷണങ്ങൾ പഠിക്കുമ്പോൾ രണ്ടാമത്തെ വരവിൽ പിന്നീട് റോയ് പാസ്റ്റർ നമ്മെ രണ്ടാം വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുവാനിടയായിത്തീരും. അത് ഒത്തിരി ഹെൽപ്ഫുള്ളായി തരുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും പഠിക്കുന്നത്. ഇടയ്ക്ക് നിർത്തി ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയട്ടെ പ്രിയമുള്ളവർ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിപ്രകാരമാണ്: കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ നാം അധികം പ്രസംഗിക്കുന്നു. കാരണം വലിയ പ്രതീക്ഷയും പ്രത്യാശയും നമുക്കുള്ളത് കൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അതിങ്ങനെയാണ്: കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് മാത്രം നാം പ്രസംഗിച്ചുകൊണ്ട് ഈ കാലങ്ങളിൽ പോകുന്നു. എന്നാൽ ഇന്നും കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് സംഭവിച്ചു എന്നറിയാത്ത അനേക ആളുകൾ ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനോടൊപ്പം തന്നെ കർത്താവ് ഭൂമിയിൽ ഒരു പ്രാവശ്യം വന്നു, അത് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള അറിവ്, ഒന്നാമത്തെ വരവിനെക്കുറിച്ചുള്ള അറിവ് ലോകത്തിലെ എല്ലാ മനുഷ്യരിലും എത്തണം. അത് എസൻഷ്യലാണെന്ന് ഒരു ചിന്ത. അപ്പോൾ ഒന്നാമത്തെ വരവിൻ്റെ ചില ലക്ഷണങ്ങൾ, എങ്ങനെയാണ് ലോകം അതിൻ്റെ രക്ഷകനെ എതിരേൽപ്പാൻ ഒരുങ്ങിയതെന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരീഡിന് ശേഷം ചരിത്രം വഴിമാറുകയാണ്. അന്നത്തെ ലോക രാജ്യങ്ങൾ, അന്നത്തെ ലോക പൊളിറ്റിക്സ് തന്നെ യേശുവിനെ അല്ലെങ്കിൽ രക്ഷകനെ സ്വീകരിക്കുവാനുള്ള ഒരു പ്രിപ്പറേഷൻ പോലെയാണ് നമുക്ക് കാണുവാനിടയായിത്തീരുന്നത്. പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനിറ്റി എന്ന ഒരു പുതിയ മാർഗം ഉടലെടുക്കുമ്പോൾ ആ മാർഗത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത് ആ കാലഘട്ടത്തിലെ ചില പൊളിറ്റിക്കൽ, സോഷ്യൽ സർക്കംസ്റ്റാൻസസ് ആയിരുന്നു, ചില സ്പിരിച്വൽ സർക്കംസ്റ്റാൻസസ് ആയിരുന്നു. ലോകത്തെ ദൈവം അങ്ങനെ തയ്യാറാക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യേശു ആദ്യം വരുന്നതിന് മുമ്പേ ലോകത്തെ അങ്ങനെ ദൈവം തയ്യാറാക്കി. ആ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്, ഇവാഞ്ചലൈസേഷൻ, ക്രിസ്തീയ സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ കാരണമായി തീർന്ന ഒരു ഘടകം, ലോകം മുഴുവൻ ഒരു ഭാഷ. ലോകം മുഴുവൻ എന്ന് പറയുമ്പോൾ നോൺ വേൾഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ആ കാലഘട്ടത്തിൽ മറ്റാർക്കും അറിയാതെ കണ്ടെത്താൻ കഴിയാത്ത ദേശങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. നോൺ വേൾഡ്, അതായത് സിവിലൈസ്ഡ് വേൾഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരുവിധപ്പെട്ട സിവിലൈസ്ഡ് വേൾഡ് മുഴുവൻ റോം എന്ന് പറയുന്ന ഒറ്റ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. നോൺ വേൾഡ് മുഴുവൻ റോം എന്ന് പറയുന്ന ഒറ്റ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. യൂറോപ്പിൻ്റെ നല്ലൊരു ഭാഗം, ഇന്നത്തെ യു കെയുടെയൊക്കെ നല്ലൊരു ഭാഗം, ഏഷ്യ മൈനർ എന്ന് പറയുന്ന ഭാഗങ്ങൾ,
അങ്ങനെ നോർത്തേൺ ആഫ്രിക്ക, ഇങ്ങനെ നല്ലൊരു ഭാഗവും അന്നത്തെ കാലത്തെ നോൺ വേൾഡ് അറിയപ്പെടുന്ന ലോകം മുഴുവൻ റോമിൻ്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ റോമിൻ്റെ കീഴിലുള്ളിടത്തെല്ലാം ഒരു ഭാഷ, ഗ്രീക്ക് ഭാഷ. ലോകത്തിൽ അന്ന് ഈ ഏത് ഭാഗത്ത് ചെന്നാലും ഗ്രീക്ക് ഭാഷ അറിയാവുന്ന ആരെങ്കിലും കിട്ടും. ഈ ഘടകങ്ങൾ ഇവാഞ്ചലൈസേഷന് വലിയ കാരണമായി തീർന്നു. യേശു കർത്താവിനെക്കുറിച്ചുള്ള സുവിശേഷം ഫാസ്റ്റായിട്ട് പ്രവചിക്കുവാൻ കാരണമായി തീർന്നത് ഗ്രീക്ക് ഭാഷ കോമൺ ആയതുകൊണ്ടാണ്. എവിടെ ചെന്നാലും ഗ്രീക്ക് ഭാഷ അറിയാവുന്നവരെ കിട്ടും. അതുകൊണ്ട് തന്നെ തർജ്ജമ ചെയ്ത് ആ ലാംഗ്വേജിൽ സുവിശേഷം എത്തിക്കാനുള്ള സാധ്യത വളരെ വിപുലമായിരുന്നു. റോം ഒറ്റൊരു രാജ്യമായതുകൊണ്ട് മറ്റ് പല നേഷൻസും ആ രാജ്യത്തിനകത്തുണ്ട്. പക്ഷേ പൗലോസിനെ പോലുള്ളവർക്ക് അത് സഞ്ചാര സ്വാതന്ത്ര്യം കൊടുത്തു. മറ്റൊരു രാജ്യത്തിലേക്ക് ചെല്ലുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എല്ലാം റോം എന്ന് പറയുന്ന ഒറ്റ രാജ്യത്തിൻ്റെ കീഴിലായതുകൊണ്ട്, ഏഷ്യ മൈനറും റോമിലാണ്, ഈസ്റ്റേൺ ആഫ്രിക്കയും നോർത്തേൺ ആഫ്രിക്കയും ഒക്കെ റോമിലാണ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ യൂറോപ്പ് റോമിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പൗലോസിനെ പോലുള്ളവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അത് കൊടുത്തു. മറ്റൊരു രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. എല്ലാം റോമാണ്. റോമാ പൗരനാകുന്ന പൗലോസിനും അങ്ങനെയുള്ള ആദിമ ക്രിസ്ത്യാനികൾക്ക് എവിടെയും സഞ്ചരിക്കാനൊരു സ്വാതന്ത്ര്യം കൊടുത്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ യേശുവിൻ്റെ വരവിന് വേണ്ടി ലോകത്തെ ദൈവം വരവിന് മുമ്പ് തന്നെ തയ്യാറാക്കിയതായി കാണാം. അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ഒരു രാജ്യമെന്ന ലക്ഷണം. റോം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ കീഴിൽ നോൺ വേൾഡ്, അന്നത്തെ അറിയപ്പെടുന്ന വേൾഡ് എല്ലാം ഒന്നിച്ചു വരിക എന്ന ലക്ഷണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് റോമിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന സമാധാനം. അതിനറിയപ്പെടുന്നത് പാക്സ് റൊമാന എന്നറിയപ്പെടുന്നത്. പാക്സ് റൊമാന എന്ന് പറഞ്ഞാൽ റോമിൻ്റെ മിലിറ്ററി പവർ കൊണ്ട് റോം സമാധാനം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു എന്നൊരു ചിന്ത. റോമാ സാമ്രാജ്യത്തിനകത്ത് റോമിൻ്റെ മിലിറ്ററി പവർഫുള്ളാണ്. അതുകൊണ്ട് യുദ്ധങ്ങളില്ല, ആർക്കും എതിരിടാൻ പറ്റത്തില്ല. പാക്സ് റൊമാന എന്നാണ് അറിയപ്പെട്ടത്. റോം എവിടെയൊക്കെ ഭരിക്കുന്നു അവിടെയെല്ലാം മനുഷ്യൻ സമാധാനത്തോടെ ജീവിക്കും. ആ പാക്സ് റൊമാന ഇങ്ങനെ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന സമയത്താണ് യേശു വന്നിട്ട് പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ സമാധാനം റോം തരുന്ന പാക്സ് റൊമാന പോലെ, അല്ലെങ്കിൽ ലോകം തരുന്നത് പോലെയല്ല എന്നൊക്കെ യേശുവിൻ്റെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ലോകം മുഴുവൻ ഒരു രാജ്യം, ഒരു ഭാഷ, പാക്സ് റൊമാന, വലിയ സമാധാനത്തിൻ്റെ കാലഘട്ടമായി അത് അറിയപ്പെട്ടു. എല്ലാ റോഡുകളും റോമിലേക്ക്, അല്ലെങ്കിൽ എല്ലാ ഹൈവേസും റോമിലേക്ക് എന്ന ഒരു 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 പഴഞ്ചൊല്ല് തന്നെ ഉണ്ടായിരുന്നു. പുതിയ റോഡുകൾ, പാലങ്ങൾ, അതുപോലെ തന്നെ മിലിറ്ററി മൂവ്മെൻറ്റ്സിന് വേണ്ടി ഇങ്ങനെയുള്ള ഒത്തിരി സൗകര്യങ്ങൾ അന്ന് റോം ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് ആ റോഡുകളിലൂടെ, ആ പാലങ്ങളിലൂടെ വേഗത്തിൽ സഞ്ചരിച്ചത് മിലിറ്ററിയെക്കാട്ടിലധികമായിട്ട് പൗലോസിനെ പോലുള്ള മിഷണറിമാരുടെ ഇവാഞ്ചലൈസേഷൻ പ്രവർത്തനങ്ങളാണ്. എല്ലാ റോഡുകളും കണക്റ്റഡ് ആയിരുന്നു. ഇത് ഇവാഞ്ചലൈസേഷനെ ഒത്തിരി സഹായിച്ച, അല്ലെങ്കിൽ യേശുവിൻ്റെ ഒന്നാമത്തെ വരവിനെ ഒത്തിരി സഹായിച്ച ഒരു ഘടകമാണ്. ഇങ്ങനെ ചരിത്രം പറയുന്നു, ലോകത്തെ 3 നേഷൻസിനെ യേശുവിൻ്റെ ഒന്നാമത്തെ വരവിന് വേണ്ടി ദൈവം തയ്യാറാക്കി. ലോകത്തെ 3 നേഷൻസിനെ ദൈവം ഒന്നാമത്തെ യേശു കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ള പ്രവേശനത്തിന് തയ്യാറാക്കി. ഈ 3 നേഷൻസ്, 1 റോം, 2 ഗ്രീക്ക്, 3 യഹൂദന്മാർ. അപ്പോൾ ഈ 3 നേഷൻസിൽ യേശുവിൻ്റെ ഒന്നാമത്തെ വരവിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്ന് പഠിക്കുന്നത് രസകരമാണ്. ഓൾറെഡി ഞാൻ റോമിൻ്റെ കാര്യം പറഞ്ഞു. റോമിൻ്റെ പാക്സ് റൊമേന, റോമിൻ്റെ ലോകത്തിലെ നോൺ വേൾഡ് മുഴുവനുള്ള ഭരണം, അതുപോലെ തന്നെ റോഡ് സിസ്റ്റം ഡെവലപ്പായത്, ഇതെല്ലാം ഒന്നാമത്തെ വരവിന് ഗുണകരമായി ഭവിക്കുകയാണ് ചെയ്തത്. ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളമോ, ഗ്രീക്കുകാർ ഒരു സമയത്ത് മാസഡോണിയൻ ചക്രവർത്തിയാകുന്ന അലക്സാണ്ടറുടെ നേതൃത്വത്തിൽ ഗ്രീക്ക് സാമ്രാജ്യം ലോകത്തെ മുഴുവൻ പിടിച്ചടക്കിയത് കൊണ്ടാണ് ഗ്രീക്ക് ഭാഷ ലോകം മുഴുവൻ അറിയുന്ന ഒരു ഭാഷയായി തീരുവാനിടയായി തീർന്നത്. ഇത് ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ, ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള സാമൂഹ്യ പാഠങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് നമ്മൾ കാണുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഇംഗ്ലീഷ് എത്തുവാനിടയായി തീർന്നു. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് ഇന്ത്യയുടെ നാഷണൽ മൂവ്മെൻറ്റിനെ സ്വാധീനിച്ചത്, അല്ലെങ്കിൽ സഹായിച്ചത്. കാരണം ഇംഗ്ലീഷ് ഒരു കോമൺ ലാംഗ്വേജ് ആയിരുന്നപ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള മലയാളിക്കും തമിഴിനും ഒക്കെ നോർത്ത് ഇന്ത്യയിലുള്ള ഹിന്ദിക്കാരനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജായിട്ട് ഇംഗ്ലീഷ് എങ്ങനെ മാറി? ഇതുപോലെ തന്നെയാണ് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ സ്വാധീനം കൊണ്ട് ലോകം മുഴുവൻ ഗ്രീക്ക് എന്ന ഭാഷ
പ്രചരിക്കുന്നു. മാത്രമല്ല ലോകം മുഴുവൻ ഗ്രീക്ക് സംസ്കാരത്തിന് വലിയ സ്വാധീനമുണ്ടാകുന്നു. ഗ്രീക്ക് സംസ്കാരത്തിന് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, യേശു കർത്താവിൻ്റെ വരവിന് മുമ്പ് തന്നെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ പഴയ നിയമത്തിൻ്റെ ആദ്യത്തെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ പേരാണ് സെപ്റ്റുവജൻ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇതൊക്കെ യേശു കർത്താവിൻ്റെ വരവിന് മുമ്പ് തന്നെ നടന്ന പ്രിപ്പറേഷൻ്റെ ഭാഗമാണ്. യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പേ ഭൂമിയിൽ നടന്ന പ്രിപ്പറേഷൻ്റെ ഭാഗമാണ് ഗ്രീക്ക് ലാംഗ്വേജ്, ഗ്രീക്ക് കൾച്ചർ. അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയിൽ സെപ്റ്റുവജൻ്റ് എന്ന് പറയുന്ന ഒരു ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ട്രാൻസ്ലേഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ടുള്ള ഗുണമെന്താണെന്നറിയാമോ? ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നിടത്തെല്ലാം ഈ ബൈബിളിലെ പ്രവചനങ്ങളെക്കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ബൈബിളിലെ പ്രവചനങ്ങളെക്കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ആ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ലോകം മുഴുവൻ ഒരു അറിവുണ്ട്. യഹൂദന്മാർക്കൊരു പ്രോമിസുണ്ട്. യഹൂദന്മാർക്ക് വേണ്ടി ഒരു മശിയ വരുമെന്നുള്ള ഒരു പ്രോമിസ്. അത് യഹൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല, ഈ പറഞ്ഞ ഗ്രീക്ക് ഭാഷ അറിയാവുന്നവർക്കൊക്കെ, ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദ മതത്തിന് വലിയ വളർച്ചയുണ്ടായ ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ചും ഈ യഹൂദന്മാർ പ്രവാസത്തിൽ പോയ സമയങ്ങളിലും അവരെ ദൈവം അത്ഭുതകരമായി വിടുവിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒത്തിരി യവനന്മാരും മറ്റ് രാജ്യക്കാരും യഹൂദ മതത്തിലേക്ക് മതം മാറിയിട്ടുണ്ട്. അവരെ അറിയപ്പെട്ടത് യഹൂദ മത അനുസാരികളെന്നാണ്. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ അങ്ങനെ പലരുടെയും പേര് നമുക്ക് കാണാം. കൊർന്നല്യോസ് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു, യഹൂദ മതാനുസാരിയായിരുന്നു. അതുപോലെ തന്നെ അവരിൽ മറ്റൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ആ ഒരു ഹിജഡ. ആ വ്യക്തിയുടെ കാര്യം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവനൊരു ആഫ്രിക്കനാണ്. പക്ഷേ ആള് ജെറുസലേം ദേവാലയത്തിൽ എന്തിനാണ് ആരാധനയ്ക്ക് വന്നത്? കാരണം ആഫ്രിക്കയിൽ നിന്ന്, വടക്കൻ ആഫ്രിക്കയിൽ നിന്ന് ജെറുസലേം വരെ ആരാധനയ്ക്ക് വരാൻ കാരണം അദ്ദേഹം ഒരു യഹൂദ മതാനുസാരിയായി തീർന്നു. മറ്റ് പല കാരണങ്ങൾ കൊണ്ട് യഹൂദന്മാരുടെ ദൈവത്തിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായി. മറ്റൊരു തെളിവാണ് ലുദിയ എന്ന് പറയുന്ന സ്ത്രീയെ. പുഴവക്കിൽ പൗലോസും മറ്റും പ്രസംഗിക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ ലുദിയയെക്കുറിച്ചൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അവൾ കർത്താവിനെ പിൻപറ്റുന്നവളായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവളായിരുന്നു എന്ന് പറഞ്ഞാൽ ലുദിയായുടെ മനസ്സിൻ്റെ അകത്ത് പൗലോസിൻ്റെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുന്നതിന് മുമ്പ് തന്നെ മശിയ വരുമെന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു വെളിച്ചം ഈ പറഞ്ഞ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ പ്രവചന വാക്യങ്ങളിൽ നിന്ന് ലുദിയയുടെ മനസ്സിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവാഞ്ചലൈസേഷനെ ഒത്തിരി എളുപ്പമാക്കി എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ കുറേ തെളിവുകൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും, പറവാൻ കഴിയും. അതായത് ശമരിയാക്കാരത്തി സ്ത്രീയുടെയും കഥ നമുക്കറിയില്ലേ? ശമരിയാക്കാരത്തി സ്ത്രീ പറയുന്നുണ്ട്, മശിയ വരുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ, വേൾഡ് മുഴുവൻ ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ സെപ്റ്റുവജൻ്റ് ട്രാൻസ്ലേഷൻ ഉള്ളത് കൊണ്ട്, ഗ്രീക്ക് ഭാഷ അറിയാവുന്നത് കൊണ്ട് മശിയയുടെ വരവുണ്ടാകുമെന്നുള്ള പ്രവചനങ്ങളെക്കുറിച്ച് നല്ലൊരു ബോധ്യം ലോകം മുഴുവനുണ്ടായിരുന്നു. യേശുവിൻ്റെ ജനന സമയത്ത് കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്നു എന്നാണ് പറയുന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ നക്ഷത്രത്തെ കണ്ടതുകൊണ്ട് അത് യഹൂദന്മാരുടെ രാജാവാണെന്ന് ഉള്ള തിരിച്ചറിവ് എങ്ങനെയാണ് ഉണ്ടായത്? അതിന് വേദപുസ്തകത്തിൽ നിന്ന് മശിയയുടെ ജനനത്തെ സംബന്ധിക്കുന്ന വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു നക്ഷത്രം ഉദിക്കുമെന്നുള്ള ഒരു വചനം അവർക്കറിയാവുന്നത് കൊണ്ട്, അതായത് വേദപുസ്തകം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കിഴക്കുന്നതെന്നുള്ള വിദ്വാൻമാർക്ക് ആ തിരിച്ചറിവുണ്ടായത്. വേദപുസ്തകത്തിൽ പ്രവചനമുണ്ട്, ഒരു നക്ഷത്രം ഉദിക്കുമെന്നുള്ള പ്രവചനമുണ്ട്. അതുകൊണ്ട് അവർ അങ്ങനെ ചിന്തിച്ചു, ഈ പുതിയ നക്ഷത്രം ഉദിച്ചത് വേദപുസ്തകത്തിൽ പറയുന്ന യഹൂദന്മാരുടെ രാജാവിൻ്റെ ജനനമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദ വേൾഡ് വാസ് ടോട്ടലി ഗെറ്റിംഗ് പ്രിപ്പയർഡ്. അവർ പ്രിപ്പയർഡായിരിക്കുകയായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിന് വേണ്ടി പ്രിപ്പയർഡായിരിക്കുകയായിരുന്നു. അപ്പോൾ റോമാക്കാരെ പ്രിപ്പയർഡ് ചെയ്തു. അതുപോലെ തന്നെ ഗ്രീക്ക് സാമ്രാജ്യം യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഗ്രീക്ക് ഫിലോസഫി. യേശുവിൻ്റെ വരവിന് തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടുകളിലാണ് ഗ്രീക്ക് ഫിലോസഫി വളരെ ശക്തമായിട്ട് വളർന്നു വന്നത്. അപ്പോൾ ഈ ഗ്രീക്ക് ഫിലോസഫിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് മനുഷ്യൻ്റെ എല്ലാ മനസ്സുകളിൽ ഒരു എൻക്വയറി ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഗ്രീക്ക് ഫിലോസഫി കൊടുത്തു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു പുതിയ മതത്തെക്കുറിച്ച് ആളുകൾ അവതരിപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ മനസ്സിൻ്റെ അകത്ത് ചോദ്യങ്ങൾ ഉണ്ടാകണം, മനസ്സിൻ്റെ അകത്ത് സത്യം അറിയാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഈ ഗ്രീക്ക് ഫിലോസഫിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ലോകത്തിന് എന്താ സംഭവിച്ചത്? ഇറ്റ് ക്രിയേറ്റഡ് എ സ്പിരിറ്റ് ഓഫ് എൻക്വയറി എന്നാണ് പറയുന്നത്. ലോകം മുഴുവനുള്ള മനുഷ്യന്
ഈ പുതിയ കാര്യങ്ങൾ അറിയണം, നമ്മൾ അറിഞ്ഞതിനപ്പുറമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന ഒരു ചിന്തയുണ്ടായി. ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം ഈ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ഇല്ലെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ആളുകൾ ഫണറ്റിക്കായി പോകുന്നത്. എൻ്റെ അത് മാത്രമാണ് സത്യം, ഞാൻ വേറെ ഒന്നും കേൾക്കത്തില്ല എന്ന് നിരീശ്വരവാദികൾ ഉൾപ്പെടെ പറയുന്നതിന് കാരണം എന്താ? അവൻ വിശ്വസിച്ച് ഈശ്വരനില്ലെന്ന്. പക്ഷേ ഒരു സ്പിരിറ്റ് ഓഫ് എൻക്വയറി ഇല്ല. സയൻറ്റിഫിക് സ്പിരിറ്റ് ഉള്ളതുപോലെ തന്നെ ഞാൻ എൻ്റെ നിരീശ്വരവാദി സ്നേഹിതന്മാരോട് പറയുന്നു, ഒരു സ്പിരിറ്റ് ഓഫ് എൻക്വയറി ഉണ്ടാകണം. സത്യം അറിയാനുള്ളൊരു വാഞ്ച, ഏതാണ് സത്യം എന്ന് തിരിച്ചറിയാനുള്ള വാഞ്ച. അപ്പോൾ ഗ്രീക്ക് ഫിലോസഫിയുടെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആയിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഏതൻസിൽ വന്ന് പൗലോസ് പ്രസംഗിക്കുമ്പോൾ അവിടെ ഉള്ള ആളുകൾ, വചനം വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, പുതിയ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവരായിരുന്നു. അവരൊരിക്കലും കൺസർവേറ്റീവ് അല്ല. ഞങ്ങളുടെ അപ്പച്ചന്മാർ പഠിപ്പിച്ചത് മാത്രമേ ഞങ്ങൾ കേൾക്കത്തുള്ളൂ എന്നല്ല. ഇങ്ങനൊരു കാര്യമുണ്ടോ, അന്ന് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണമല്ലോ എന്ന് പറയത്തക്ക വേണം. ലോകം മുഴുവൻ ഒരു സ്പിരിറ്റ് ഓഫ് എൻക്വയറി എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു താല്പര്യം ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ലൈഫിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ഈ ഗ്രീക്ക് ഫിലോസഫിയുടെയൊക്കെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ ലൈഫിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസാണ്. ജീവിതം എന്താ, ജീവിതത്തിന് ശേഷം എന്താ, മരണാനന്തര ജീവിതമുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെയാണ് ഈ ഫിലോസഫേഴ്സൊക്കെ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നു ഗ്രീക്ക് ഫിലോസഫി അതിൻ്റെ ശക്തി ക്ഷയിക്കുമ്പോഴാണ് യേശു ഭൂമി വന്നതെങ്കിലും ആ കാലഘട്ടത്തിലും വളരെ പ്രബലമായിരുന്ന ഒരു ഫിലോസഫിക്കൽ ഒരു തോട്ടായിരുന്നു എപ്പിക്യൂരിയനിസം. വേദവസത്തിൽ അതിന് തെളിവുണ്ട്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കും. അപ്പം നാളെ മരണശേഷം പിന്നെ ഒന്നുമില്ല എന്നുള്ള എപ്പിക്യൂരിയനിസത്തിനായിരുന്നു വളരെ ശക്തിയുള്ള ഒരു 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 ഫിലോസഫിക്കൽ ട്രെൻഡ് യേശുവിൻ്റെ ജനനവും 1-ാം നൂറ്റാണ്ടും എന്നൊക്കെ പറഞ്ഞത്. അതിൽ രസകരമായൊരു സംഗതിയുണ്ട് പാസ്റ്ററെ. ഈ എപ്പിക്യൂരിയനിസം ഉണ്ടല്ലോ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കും, പിന്നെ ഒന്നുമില്ല. അത് രണ്ടാമത്തെ വരവിന് മുമ്പ് ഇന്ന് ഭൂമിയിൽ അതിന് വലിയ പ്രാബല്യം ഉണ്ടായിരിക്കുക. ഞാൻ രസകരമെന്ന് പറയാം കേട്ടോ. ഈ അടുത്ത സമയത്ത് റീൽസ് കാണുന്ന കൂട്ടത്തിൽ ഒരു റീല് പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പലരുടെ ശബ്ദത്തിൽ ആ റീല് വരാറുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇപ്പോൾ ഈ എയുടെ കാലമായതുകൊണ്ട് ആരുടെ ശബ്ദത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പറയാം. ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ കേട്ടു മോഹൻലാൽ പറയുന്ന ശബ്ദത്തിൽ ഒരു റീല് ഞാൻ കേട്ടു. അത് എനിക്ക് പൂർണ്ണമായിട്ട് ഓർമ്മയില്ല, പക്ഷെ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ജീവിതം ഒന്നേ ഉള്ളൂ. പാസ്റ്റർ കേട്ടിട്ടുണ്ട്, ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ഒരു റീല്, ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പം ജീവിതം ആസ്വദിച്ച് തീർക്കണമെന്ന് പറയുന്ന ഒരു എപ്പിക്യൂരിയൻ ഫിലോസഫി ഈ കാലഘട്ടത്തിൽ പിന്നെ ശക്തി പിടിച്ചുകൊണ്ടിരിക്കുക. അതായത് നിരീശ്വരവാദം അതാണല്ലോ, ഈ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിക്കണം, സന്തോഷിക്കണം, ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല എന്ന ഉള്ളൊരു ഫിലോസഫി. ഇത് തന്നെയായിരുന്നു യേശുവിൻ്റെ 1-ാമത്തെ വരവിന് മുമ്പും ലോകത്തിൽ പ്രബലമായി നിന്ന ഒരു ഫിലോസഫി. അപ്പോൾ സ്പിരിറ്റ് ഓഫ് എൻക്വയറി, ലൈഫിൻ്റെ മീനിങ് എന്താ, അതുപോലെ തന്നെ എപ്പിക്യൂരിയൻ ഫിലോസഫി, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ വളരെ ശക്തമായ ചില ട്രെൻഡ്സ് ആയിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഗ്രീക്ക് ഫിലോസഫി പുതിയ ഐഡിയയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ മനസ്സിനെ തുടർന്നു. റോമ ഗവൺമെൻറ് ഒരു രാജ്യമാക്കി ലോകത്തെ മാറ്റിയപ്പോൾ സുവിശേഷം പരക്കുവാൻ അത് സ്വാധീനമായി തീർന്നു, കാരണമായി തീർന്നു. ഇനി 3-ാമത്തെ നേഷൻ ദൈവം ഉപയോഗിച്ചത് യഹൂദന്മാരെയാണ്. യഹൂദനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നാണ്, ചോസൺ പീപ്പിൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഗ്രീക്കുകാരെക്കുറിച്ച് പഠിക്കുന്നതിലും റോമാക്കാരെക്കുറിച്ച് പഠിക്കുന്നതിലും അധികമായിട്ട് യഹൂദന്മാരെ ദൈവം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് പഠിക്കുന്നത് വളരെ രസകരമാണ്. യഹൂദന്മാർ ആ കാലഘട്ടത്തിൽ ചിതറിപ്പാർക്കുന്ന ജനങ്ങളായിരുന്നു. യേശു ഭൂമിയിലേക്ക് 1-ാമത് വന്നപ്പോൾ അവർ ചിതറിപ്പാർക്കുന്ന ജനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഡയസ്ഫോറ ജൂസ് എന്നവരെ അറിയപ്പെട്ടിരുന്നു. അതായത് മെയിൻലാൻഡിലല്ലാതെ ലോകത്തിൻ്റെ പല ഭാഗത്ത് പാർക്കുന്ന യഹൂദന്മാർ. അത് ചെയ്ത ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡയസ്ഫോറ ജൂസ് യഹൂദന്മാർ, ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർ ചെയ്ത ഏറ്റവും വലിയ ഗുണമെന്ന് ചോദിച്ചാൽ സുവിശേഷീകരണത്തിന് അത് വലിയ കാരണമായി തീർന്നു. കാരണം ഈ യഹൂദന്മാർ നേരത്തെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, പൗലോസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ ആദ്യം അന്വേഷിക്കുന്നത് അവിടെ ഒരു സിനഗോഗ് ഉണ്ടോന്ന്. പിന്നെ ആ സിനഗോഗിൽ പോയിട്ടാണ് ആദ്യത്തെ പ്രസംഗങ്ങൾ. ആ സിനഗോഗിൽ നിന്ന് പുറത്ത് വിടുമ്പോഴാണ് മറ്റെവിടെങ്കിലും പോയി പൗലോസ് പ്രസംഗിക്കുന്നത്. എഫെസോസിൽ ചെന്നപ്പോഴും ആദ്യം ചെയ്യുന്നത്, തെസ്സലോനിക്ക ചെന്നപ്പോഴും എഫെസോസിൽ ചെന്നപ്പോഴും ഒക്കെ ആദ്യം ചെയ്യുന്നത് യഹൂദന്മാരുടെ സിനഗോഗ് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി പ്രസംഗിക്കുക. അപ്പോൾ ഡയസ്ഫോറ ജൂസ് ഉള്ളത് കൊണ്ട് ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ആരെങ്കിലും യഹൂദനെ കണ്ടെത്തിയിട്ട് അവനിൽ നിന്ന് സുവിശേഷീകരണം തുടങ്ങത്തക്കോണം ലോകം മുഴുവൻ യഹൂദൻ്റെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, യഹൂദൻ്റെ മശിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഈ യഹൂദ സിനഗോഗുകളെ ചുറ്റിപ്പറ്റി ഒരു കൂട്ടം ഭക്തിയുള്ള യവനന്മാർ,
അങ്ങനെ വേദപുസ്തകത്തിൻ്റെ വാചകമുണ്ട്. ഒരു കൂട്ടം ഭക്തിയുള്ള യവനന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? യഹൂദനെ ചുറ്റിപ്പറ്റി അവരുടെ സിനഗോഗുകളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ആ യഹൂദനെ ചുറ്റിപ്പറ്റി നിന്ന യവനനിലേക്കാണ് ആദ്യം ഗോസ്പൽ ചെന്നത്. അപ്പോൾ ഡയസ്പോറ ജ്യൂസ്, ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർ, അതൊക്കെ ദൈവം അങ്ങനെ ആ കാലഘട്ടത്തിൽ ലോകത്തെ തയ്യാറാക്കി എന്ന് പറയുന്നതാണ് ശരി. ഞാൻ വേഗത്തിൽ ഈ സബ്ജക്റ്റ് തീർത്തിട്ട് രണ്ടാം വരവിൻ്റെ ലക്ഷണങ്ങൾ പറയാൻ പാസ്റ്ററിലേക്ക് മൈക്ക് ഞാൻ കൈമാറാം. കുറേ കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒന്ന്, യഹൂദന്മാർ ചിതറിപ്പാർക്കുന്നത് യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൽ അത് ഇവാഞ്ചലൈസേഷന്, പുതിയ വിശ്വാസത്തിൻ്റെ പ്രചരണത്തിന് വളരെ പ്രധാനപ്പെട്ട കാരണമായി തീർന്നു. അതുപോലെ തന്നെ യഹൂദന്മാരുടെ ഇടയിൽ രണ്ട് മേജർ വിഭാഗങ്ങളുണ്ടായിരുന്നു, പരീശന്മാരും സദൂക്യരുമെന്ന് നമ്മളവരെ വിളിക്കുന്നു. പരീശന്മാർ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വളരെ ഫണറ്റിക്കലായിട്ടുള്ള, വളരെ രാജ്യസ്നേഹികളാകുന്ന യഹൂദന്മാരെന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ സദൂക്യർ കുറച്ചുകൂടെ ലിബറലായിരുന്നു. ലിബറൽ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മരണാനന്തര ജീവിതത്തിലും വിശ്വാസമില്ല, ദൂതന്മാരിലും ആത്മാവിലും ഒന്നും വിശ്വാസമില്ലാത്ത യഹൂദന്മാരുടെ ഇടയിലെ ഒരു തരത്തിലുള്ള നിരീശ്വരവാദികളെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അപ്രകാരമുള്ളവരായിരുന്നു സദൂക്യന്മാർ. മറന്നുപോകരുത്, യേശുവിനെ ക്രൂശിച്ച കാലഘട്ടത്തിലെ സൻഹദ്രീം സംഘത്തിൻ്റെ നിയന്ത്രണവും നേതൃത്വവും സദൂക്യർക്കായിരുന്നു. ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതൻ സദൂക്യ പക്ഷക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു ഉയർക്കുമെന്ന് പറയുമ്പോൾ പുള്ളിക്ക് വിശ്വാസമില്ലായിരുന്നു. കാരണം അദ്ദേഹം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. ദൂതന്മാരടങ്ങുമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വിശ്വാസമില്ലായിരുന്നു. കാരണം പുള്ളി ദൂതന്മാർ വിശ്വസിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, യേശു ഉയർത്തു, ദൂതന്മാരിറങ്ങി, ഈ ചരിത്രമൊക്കെ പുതിയ നിയമത്തിൻ്റെ താളുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ഡയസ്പോറ ജ്യൂസ്, ഹെലിനിസ്റ്റിക് അല്ലെങ്കിൽ സഫേർഡ് ജ്യൂസ് എന്നൊക്കെ ഇവരെ വിളിക്കും. ഹെലിനൈസേഷൻ എന്നുള്ള ഒരു പദം തന്നെയുണ്ട്. അതായത് ഗ്രീക്ക് വൽക്കരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന പല സ്ഥലങ്ങളിലും പോയി താമസിക്കുന്ന യഹൂദന്മാർ ഗ്രീക്ക് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീക്ക് ഭാഷ പഠിച്ച് മക്കൾക്ക് ഗ്രീക്ക് പേര് കൊടുത്തൊക്കെ വളർത്തിക്കൊണ്ടുവന്നു. അതിന് ഉദാഹരണങ്ങളാണ് സ്റ്റീഫൻ എന്ന പേര്, സ്തെഫാനോസ് എന്ന പേര് അതിന് ഉദാഹരണമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പൗലോസ് എന്ന പേര്. ശൗൽ എന്നത് അദ്ദേഹത്തിൻ്റെ ഹീബ്രു പേരാണ്, അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് പേരാണ് പൗലോസ് എന്നുള്ളത്. നമ്മുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, പൗലോസ് ശൗലിനെ പൗലോസാക്കി മാറ്റിയെന്ന്. അങ്ങനെ പേര് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, രണ്ടും അദ്ദേഹത്തിൻ്റെ പേരാണ്. ശൗൽ എന്ന പേര് അദ്ദേഹത്തിൻ്റെ ഹീബ്രു പേരാണ്, പൗലോസ് എന്ന പേര് അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് പേരാണ്. രണ്ടുപേരിൻ്റെയും അർത്ഥം ചെറിയവൻ എന്നാണ്. ശൗൽ രാജാവിൻ്റെ പേര് ബെന്യാമിൻ ഗോത്രക്കാർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആ എബ്രായ ഭാഷയോടും എബ്രായ മതത്തോടുമൊക്കെയുള്ള ആ അമിത സ്നേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് ശൗൽ എന്ന പേര് കൊടുത്തു. പക്ഷേ താമസിക്കുന്നത് ഒരു ഹെലനിസ്റ്റിക് പശ്ചാത്തലത്തിലായതുകൊണ്ട് നാട്ടുകാർക്കുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് പേരാകുന്ന പൗലോസ് എന്ന പേര് അവർ വിളിക്കുവാനിടയായി തീർന്നു. എന്താണെങ്കിലും ജാതികളുടെ ഇടയിൽ, അതായത് ഗ്രീക്കുകാരുടെ ഇടയിലേക്ക് പൗലോസ് തൻ്റെ തട്ടകം മാറ്റിയപ്പോൾ, സുവിശേഷീകരണത്തിൻ്റെ ഒരു വേദി മാറ്റിയപ്പോൾ അദ്ദേഹം ശൗൽ എന്ന പേരല്ല ഉപയോഗിച്ചത്, പൗലോസ് എന്ന പേരാണ് ഉപയോഗിച്ചത്. കാരണം ഗ്രീക്കുകാർക്ക് ആ പേരാണ് മനസ്സിലാകുന്നത്. ശൗൽ എന്ന പേര് യഹൂദന്മാരുടെ ഇടയിലും പൗലോസ് എന്ന പേര് ഗ്രീക്കുകാരുടെ ഇടയിലും അദ്ദേഹം ഉപയോഗിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്, യഹൂദനെ നേടേണ്ടതിന് യഹൂദൻ എന്ന് പറഞ്ഞാൽ യഹൂദൻ പേര് ചോദിച്ചാൽ അദ്ദേഹം പൗലോസ് എന്ന പേര് പറയത്തില്ല, ശൗൽ എന്ന പേരെ പറയത്തുള്ളായിരുന്നു. നമ്മൾ ഈ വേദോസം പഠിക്കുമ്പോൾ നമ്മുടെ കുറേ പ്രയോഗങ്ങളും ഭാഷാപ്രയോഗങ്ങളും നമ്മുടെ ചില ഐഡിയോളജീസൊക്കെ മാറിപ്പോവും. പണ്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, വേദോസം കുറച്ചു നേരം പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പഴയ പല പ്രസംഗങ്ങളും എനിക്ക് എടുത്ത് കളയേണ്ടി വന്നു, കാരണം അത് തെറ്റായിരുന്നെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ പല പ്രസംഗങ്ങളും ഇങ്ങനെ വേദോസം പഠിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഹെലിനൈസേഷൻ, ഡയസ്പോറ ജ്യൂസ്, ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അതെങ്ങനെ സുവിശേഷീകരണത്തിൻ്റെ വളർച്ച കാരണമായി. ഡയസ്പോറ ജ്യൂസിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സിനഗോഗുകൾ. ലോകം മുഴുവൻ അവർക്ക് സിനഗോഗുകളുണ്ടായിരുന്നു. ഈ സിനഗോഗുകളിലൂടെയാണ് സുവിശേഷം പുറത്തേക്ക് വന്നത്. യേശുവിൻ്റെ ഒന്നാമത്തെ വരവിന് മുമ്പ് തന്നെ സിനഗോഗുകൾ എന്ന ഒരു സംവിധാനം, അത് ഈ ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരീഡിൽ വളരെ റിമാർക്കബിളായിട്ടുള്ള യഹൂദന്മാരുടെ മതത്തിൻ്റെ ഇടയിലെ ഒരു വലിയ വ്യതിയാനമാണ് സിനഗോഗുകൾ. അതിനു മുമ്പ് ജെറുസലേം ദേവാലയം മാത്രമേ ഉള്ളൂ. ചിതറിപ്പോയി കഴിഞ്ഞപ്പോൾ അവർ ചെന്നിടത്തൊക്കെ അവർ പ്രാർത്ഥനാ സ്ഥലങ്ങളുണ്ടാക്കി. അതാണ് സിനഗോഗുകൾ എന്ന് അറിയപ്പെടുവാൻ ഇടയായിത്തീർന്നത്. ഇതുപോലെ തന്നെ നമ്മൾ വളരെ ശക്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ആ കാലഘട്ടത്തിൽ, അതായത് യേശുവിൻ്റെ ഒന്നാമത്തെ വരവുണ്ടാകുന്ന ആ സമയത്ത് ലോകത്തിലുള്ള അന്നത്തെ മേജർ മതങ്ങൾക്കൊക്കെ വലിയ
ഒരു തകർച്ചയുണ്ടായി. മേജർ മതങ്ങളൊക്കെ ഡീക്കേ ചെയ്തു. ആളുകൾക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഈ ഗ്രീക്ക് ഫിലോസഫി തന്നെ ഒരു മതമായിട്ട് രൂപവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടം ഗ്രീക്കുകാരുടെ ഇടയിലുണ്ടായിരുന്നു. ഫിലോസഫിക്കൽ മതങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. മിസ്റ്റീരിയസ് റിലീജിയൻസ് എന്ന അതിനെ വിളിച്ചത്. വളരെ നിഗൂഢ അർത്ഥങ്ങളുള്ള മതങ്ങൾ ഒത്തിരി ഫിലോസഫി കൊണ്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് അതിനകത്തൊരു രസമില്ലാതായി. കാരണം അത് ഫിലോസഫിക്കൽ മതങ്ങളായതുകൊണ്ട് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ദാഹത്തെ തീർക്കാൻ അതിനെ മാർഗമില്ലായിരുന്നു. പിന്നീടുണ്ടായത് ഈ മിത്ര എന്ന് പറയുന്ന സ്വരാഷ്ട്രീയൻ മതത്തിൻ്റെ ഒരു ആരാധനാമൂർത്തിയാണ് മിത്രേനിസം എന്ന് പറയും. മിത്ര എന്ന റിലീജിയനായിരുന്നു സത്യത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് 1-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ, ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ മുഴുവൻ ഏറ്റവും കൂടുതൽ ഒരു വലിയ തടസ്സമായിട്ട് നിന്ന റിലീജിയൻ ഈ മിത്രയുടെ റിലീജിയനായിരുന്നു. അതിന് കുറേ പഠിച്ചു നോക്കിയാൽ നമ്മുടെ ഭാരതത്തിലെ റിലീജിയനുമായിട്ടൊക്കെ ഒത്തിരി സാമ്യമുള്ള കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ മിത്ര റിലീജിയനിലുണ്ടെന്നൊക്കെ നമുക്ക് കാണുവാനിടയിൽ തീരും. ചുരുക്കി പറഞ്ഞാൽ ഈ കോമൺ ആയിട്ടുള്ള അന്നത്തെ വലിയ മതങ്ങളൊക്കെ ഡീക്കേ ആയതുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ഹൃദയങ്ങൾക്കെല്ലാം അകത്തൊരു ആത്മീക ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആത്മീക ദാഹമുള്ള സമയത്താണ് യേശു കർത്താവിൻ്റെ വരവും ഒരു പുതിയ വിശ്വാസത്തിൻ്റെ സ്ഥാപനവും. ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താ? ജാതിയോ വർഗമോ ഭാഷയുടെ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനമുള്ള ഒരു മതമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ അതിനെ 2 കൈകൊണ്ടും നീട്ടി സ്വീകരിച്ചു. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിക്ക് ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായതെന്ന് സെക്കുലർ ചരിത്രകാരന്മാർ പറയുന്നു. പക്ഷേ അതിനോടൊപ്പം ദൈവദാസന്മാരെന്ന നിലയിൽ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയല്ല, ലോകത്തെ ദൈവം അങ്ങനെ പ്രിപ്പയർ ചെയ്തു, ലോകത്തെ ദൈവം അങ്ങനെ തയ്യാറാക്കി, യേശുവിൻ്റെ 1-ാമത്തെ വരവിന് മുമ്പേ തയ്യാറാക്കി. മാത്രമല്ല പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ കൂടെ നിന്നു. അതുകൊണ്ടാണ് 1-ാമത്തെ നൂറ്റാണ്ടിൽ തന്നെ നോൺ വേൾഡ് മുഴുവൻ ക്രിസ്തീയ സഭകൾ സ്ഥാപിക്കപ്പെട്ടത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് പാസ്റ്റർക്ക് മൈക്ക് കൈമാറുകയാണ്. 1-ാമത്തെ വരവിനെ കുറിച്ച് പഴയ നിയമത്തിൽ 100 കണക്കിന് പ്രവചനങ്ങളുണ്ട് പാസ്റ്ററെ. ആ 100 കണക്കിനുള്ള പ്രവചനങ്ങൾ 1-ാമത്തെ വരവിൽ അക്ഷരം പ്രതി നിവർത്തിക്കപ്പെട്ടുവെങ്കിൽ 2-ാമത്തെ വരവിനെക്കുറിച്ച് അതിൻ്റെ 2 ഇരട്ടി പ്രവചനങ്ങളുണ്ട്. ആ 2 ഇരട്ടി പ്രവചനങ്ങൾ അപ്പോൾ 2 ഇരട്ടി ഉറപ്പ് വരുത്തുന്നു. 1-ാമത് വന്ന യേശു 2-ാമത് വരും എന്ന് ഉറപ്പ് വരുത്തുന്നു. ലോകം മുഴുവൻ യേശുവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുകയാണ്. ദൈവമക്കൾ ഒരുങ്ങി കാത്തിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന നേഷനെ ദൈവം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി 2-ാം വരവിൻ്റെ ആ പോർഷൻ മുഴുവൻ പാസ്റ്ററെ അങ്ങ് ഏൽപ്പിക്കുക. ഞാൻ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക. പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. എല്ലാ ദൈവമക്കളെയും ഞങ്ങളുടെ പ്രേക്ഷകരെ എല്ലാവരെയും നിങ്ങളെല്ലാവരും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ കർത്താവിന്റെ ദാസനോട് ഫിന്നി പാസ്റ്ററോട് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളോട് വീണ്ടും ഈ ഒരു ചാനലിൽ കൂടെ സംസാരിപ്പാൻ സർവ്വകൃപാലുവായ ദൈവം ഈ വർഷത്തിന്റെ ലാസ്റ്റ് ദിവസം ഇങ്ങനൊരു അവസരം ഒരുക്കി. എല്ലാറ്റിനുമായി സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നല്ലോ ഇസ്രായേലിന്റെ ചരിത്രങ്ങൾ. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ചരിത്രത്തിനകത്തൂടെ നമ്മൾ കയറി വന്ന് ഇന്നത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത്, ഇതെല്ലാം നമ്മളെ മനസ്സിലാക്കി തരുന്നത് നമ്മുടെ പ്രിയ കർത്താവിന്റെ, വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചാണ്. ആ മടങ്ങിവരവുമായിട്ട് ബന്ധപ്പെട്ട അടയാളം പ്രത്യേകിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ വരവിന്റെ സമയം ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് തന്റെ മടങ്ങിവരവിനുള്ള അടയാളങ്ങൾ, അങ്ങനെയുള്ള അനേക അടയാളങ്ങൾ. ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, കർത്താവിന്റെ 1-ാമത്തെ വരവിൽ നടന്ന അനേക കാര്യങ്ങളുണ്ട്. ദൈവം ഭൂമിയെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു, ഗവൺമെന്റിനെ, രാജ്യങ്ങളെ, പല കാര്യങ്ങളെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. അത് കർത്താവിന്റെ ദാസൻ ഫിന്നി പാസ്റ്റർ പറഞ്ഞു. പക്ഷേ 2-ാമത്തെ വരവിന് വേണ്ടി, കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിന് വേണ്ടി ഭൂമിയെ ദൈവം ഇതുപോലെ ഒരുക്കിക്കൊണ്ടിരിക്കുക. 1-ാമത്തെ വരവിൽ നടന്ന അനേക കാര്യങ്ങൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു. 100 കണക്കിന് പ്രൊഫസി. ദൈവവചനം പഠിക്കുന്നവർക്കറിയാം, ബൈബിളിലുള്ള പഴയ നിയമത്തിലെ സകല പ്രവചനങ്ങളും, സകല യാഗങ്ങളും, എല്ലാ ഫീസ്റ്റുകളും, എല്ലാ ശുശ്രൂഷകളും, സകലവും ഒന്നിലേക്കായിരുന്നു, ലക്ഷ്യത്തിലേക്ക് പൊക്കോണ്ടിരുന്നത്, യേശുവിന്റെ വരവെങ്കിലേക്കുള്ളതായിരുന്നു. നോക്കി എത്ര മനോഹരമാണ്. ഞാൻ 1-2 വാക്കുകൾ കർത്താവിന്റെ ദാസന്റെ വാക്കിനോട് കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് വരട്ടെ. ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാം, ദൈവവചനത്തിനകത്തെ പഴയ നിയമത്തിലെ 39 ബുക്ക്, പുതിയ നിയമത്തിലെ 27 ബുക്ക്, ടോട്ടലി 66 പുസ്തകങ്ങൾ. അല്ലെങ്കിൽ നമുക്കൊന്ന് 2ആയിട്ട് തിരിച്ചു നോക്കാം.
39 പുസ്തകങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ ഒറ്റ ഒരു കാര്യം അതിനകത്ത് ലിങ്ക് ചെയ്തേക്കുന്നത്. ഒരു കാര്യം അതിന്റെ തീം. എന്തോ തീം എന്നറിയാമോ? വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞ തീം. ആ വീണ്ടെടുപ്പുകാരനിൽ കൂടെയാണ് നടക്കുന്നത്. മശിഹ, വീണ്ടെടുപ്പുകാരൻ. ആ വീണ്ടെടുപ്പുകാരനെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എത്ര 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 അധികം രീതികളിൽ. കാരണം ഒരു മനുഷ്യനും ഇതൊരിക്കലും ഒരു രീതികളിലും വിട്ടുപോകരുത് എന്ന് പിതാവാം ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് ഫീസ്റ്റുകളിൽ കൂടെ, യാഗങ്ങളിൽ കൂടെ, ദൈവത്തിന്റെ പല മെതേഡുകളിൽ കൂടെ, ഇതൊക്കെ എന്തുമാത്രം ഈ ബുക്കുകളെല്ലാം, ഓരോ അധ്യായങ്ങളും ഓരോ ബുക്കുകളും ഒന്നിനോടൊന്ന് കണക്റ്റഡാണ്. അത് ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നിനോടൊന്ന് കണക്റ്റഡാണ്. നോക്കിയേ, കർത്താവിന്റെ വരവിന് മുമ്പേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെസഹ കുഞ്ഞാടിന്റെ അവിടെ ഒരു 10-ാം തീയതി തൊട്ട് 4 ദിവസം ആടിനെ കയറ്റി വീട്ടിൽ കെട്ടിയ കാര്യം, 430 ചരിത്രം, കലണ്ടർ മാറ്റിയ ചരിത്രം, വിടുതലായ ചരിത്രം, അതേ സെയിം കാര്യം യേശുവിന്റെ വരവിങ്കൽ, യേശു കർത്താവിന്റെ 1-ാം വരവിങ്കൽ നടന്ന കാര്യം. ഇതെല്ലാം ഞങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് സെക്കൻഡ് കമ്മിങ്ങിന് വേണ്ടി ഭൂമിയെ കർത്താവ് പ്രിപ്പയർ ചെയ്യുന്നത്. ദൈവമക്കളെ, നിങ്ങൾ ഒരു കാര്യം ആഴത്തിൽ മനസ്സിലാക്കണം. ആഴത്തിൽ മനസ്സിലാക്കണം. ഇത് ദൈവവചനത്തെക്കുറിച്ച് ബന്ധമില്ലാത്തവർ പലതും പറയാറുണ്ട്. പക്ഷെ ദൈവവചനം അല്പമെങ്കിലും അറിയാവുന്നവർ, മനസ്സിലാകുന്നവർ, ദൈവവചനം വല്ലപ്പോഴെങ്കിലും വായിക്കുന്ന ഒരാൾക്ക് അറിയാം കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളാണ് ഇതെല്ലാം നടക്കുന്നതെന്ന്. ഇത് ഞങ്ങൾ പറയുന്നതല്ല. സെക്കുലർ മീഡിയക്കാർ ഇന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. സെക്കുലർ മീഡിയക്കാർ അവര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന. അവർ യേശു കർത്താവിന്റെ വരവെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രമാണ്. ഇസ്രായേൽ, ഇത് ബൈബിൾ, ഇതെല്ലാം ഇവർ എവിടുന്ന ഹിസ്റ്ററി മൊത്തം എടുക്കുന്നത്? ദൈവവചനത്തിൽ കൂടെ എടുക്കുന്നത്. നോക്കിക്കേ, ബൈബിൾ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്പമെങ്കിലും രാത്രി പേടി കിട്ടാതിരിക്കാനെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ദൈവവചനം പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാ ഭൂമിയിൽ സംഭവിക്കുന്നത്. പക്ഷെ പിശാച് ഒത്തിരിയും പേരുടെ മനസ്സ് തിരിച്ച് ഇതൊന്നും ദൈവമില്ലെന്നേ പറയുന്നവരുണ്ട്. അവരുടെ കാര്യം വിട്ടേരും ഒക്കെ. പക്ഷേ യേശു കർത്താവിന്റെ വരവിന് മുമ്പ് എന്തൊക്കെ അടയാളങ്ങളാ ഭൂമിയിൽ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് ബൈബിള് പഠിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ ചരിത്രത്തിൽ കൂടെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് യുദ്ധത്തെക്കുറിച്ച്. അനേക വാക്യങ്ങൾ ദൈവവചനത്തിനകത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് ആ റെഫറൻസ് എല്ലാം ഒന്ന് ഓടിച്ചു പറയട്ടെ. ഒന്നും വാക്യങ്ങൾ വായിക്കുന്നില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം, 1 തിമോത്തിയോസ് 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം തൊട്ട് 2 തിമോത്തിയോസ് 3-ാം അധ്യായം, എങ്ങനെ തെസ്സലോനിക്കർ, ഇവിടെ ഇങ്ങനെ കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളെ കുറിച്ച് എത്രയധികം രീതിയിലാണ്. ഒന്നാമത്തെ വരവിന് എത്ര അടയാളങ്ങൾ നടന്നോ അതിനെക്കാട്ടിലും പല മടങ്ങ 2-ാം വരവിന്റെ അടയാളങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ 2-ാം വരവ് ഉറപ്പായിട്ടും നടന്നിരിക്കും. 1-ാം വരവിന് ഒരു ദൂതന വന്ന് മറിയോട് പറഞ്ഞ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന്. പക്ഷെ കർത്താവിന്റെ 2-ാം വരവ് നടക്കുമെന്ന് 2 ദൂതന്മാരാ ഗലീല പുരുഷന്മാരോട് പറഞ്ഞു. എന്ന് വെച്ചാൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ കർത്താവ്, ഈ ക്രിസ്തു, അവൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരുമെന്ന്. എത്ര ഉറപ്പാ! ഇനി എത്രയൊക്കെ സൈനാ പറഞ്ഞേക്കുന്നത്. നമുക്ക് വരവെന്നാന്ന് അറിയത്തില്ലെങ്കിലും അടയാളം ഒന്ന്, യുദ്ധം. ഇന്ന് ഭൂമിയിൽ മേജറായിട്ട് 10 യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. മേജർ യുദ്ധങ്ങൾ. നമ്മള് റഷ്യ ഉക്രൈന്റെ വാർ കേട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ഇസ്രയേൽ, ചൈന, ഇങ്ങനെ മേജർ 10-ലധികം വാർ ഇന്ന് ഭൂമിയിൽ അവിടെയും ഇവിടെയുമായിട്ട് പല രീതികളിൽ നടന്നുകൊണ്ടിരിക്കുക. അടുത്തത്, അതൊരു വലിയ സൈൻ. അടുത്തത്, ആകാശത്തിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ ഉണ്ടാകും. സൂര്യനിലും ചന്ദ്രനിലും അടയാളങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ എടുത്ത് പഠിക്കാമെങ്കിൽ വളരെ നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഫോർ ദ സൈൻസ് ആൻഡ് സീസൺസ്. സൈന് വേണ്ടിയും സീസണ് വേണ്ടിയും ആ ദൈവം ആകാശത്തിലെ വലിയ നക്ഷത്രമായ, വലിയ വെളിച്ചമായ സൂര്യനെയും, ചെറിയ വെളിച്ചമായ അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന ചന്ദ്രനെയും, അടയാളം, കാലം, സംവത്സരം, സമയം, ഇതൊക്കെ മനസ്സിലാക്കാൻ ദൈവം അതിനുവേണ്ടി വെച്ചേക്കുന്നു. അതിനകത്ത് സൈൻ,
അതുവഴി ആകാശത്തിലെ അടയാളങ്ങൾ വഴി അറിയാൻ പറ്റും. ആകാശത്തിലെ അടയാളങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്തത് ഭയങ്കരമായ ഭൂമികുലുക്കം, ഭയങ്കരമായ എർത്തുകേക്ക്. പണ്ടുള്ള നടന്നതിനെക്കാട്ടിലും പല മടങ്ങ് തീവ്രതയേറിയ എർത്തുകേക്ക്, ഭൂമികുലുക്കം, ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുക. പണ്ട് നടന്നതൊക്കെ വല്ലപ്പോഴും ഒക്കെ നടക്കുമായിരുന്നു. ഒരു 10, 15, 20, 25 വർഷത്തിനിടെ നടക്കുമായിരുന്നെങ്കിൽ ഇന്ന് മേജറായിട്ടുള്ള പല എർത്തുകേക്ക് നടന്നുകൊണ്ടിരിക്കുക. അടുത്തത് എത്രയോ കലാമിറ്റീസ്, എത്രയോ പ്രകൃതി ദുരന്തങ്ങൾ, വേറെ ഭൂമികുലുക്കം അല്ലാതെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, എത്രയോ ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്തത് കർത്താവിന്റെ വരവിന് മുമ്പ് പറഞ്ഞു, കള്ളപ്രവാചകന്മാരെഴുന്നേൽക്കും, കള്ളപ്രവാചകന്മാരെഴുന്നേൽക്കും. കർത്താവിന്റെ വരവിന് മുമ്പ് നടക്കുന്ന അന്ത്യകാലത്തിന്റെ അടയാളങ്ങളിലൊന്ന് ഡിഫറന്റ് ആയിട്ടുള്ള ടീച്ചിങ്, കർത്താവിന്റെ വചനത്തിന്റെ അകത്തൂടെ. ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ആഴത്തിൽ മനസ്സിലാക്കണം, ആഴത്തിൽ മനസ്സിലാക്കണം. ദൈവം എന്തിനാ നമ്മളെ വിളിച്ചത്? ഒന്നാമത്തെ കാര്യം, നമ്മളെ വിളിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാ. ആ നിത്യതയ്ക്ക് വേണ്ടി പോകുവാനുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതമാണ്. വിശുദ്ധ ജീവിതമാണ്. ആ വിശുദ്ധ ജീവിതം, അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ, കർത്താവിന്റെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ. കേട്ടോ, ഇവൻ നിങ്ങൾ ടാബർനാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിലവിളക്ക് പഠിക്കുമ്പോൾ അതിന് 7 തണ്ടുകളുള്ള നിലവിളക്കാണ്. പക്ഷെ അതിന്റെ നടുക്കത്തെ തണ്ട് നമ്മൾ നോർമലി കാണുന്നതെല്ലാം ഒരേപോലെ ഇരിക്കുന്ന, പക്ഷേ ഇതിന്റെ നടുക്കത്തെ തണ്ട് അല്പം എലിവേറ്റഡാ, അല്പ കിളന്നിരിക്കുന്ന, വിശുദ്ധിയെ കാണിക്കുന്ന നടുക്കത്തെ ആ തണ്ട്, വിശുദ്ധിയെ ദൈവത്തിന്റെ വിശുദ്ധി. ദൂതന്മാര് കർത്താവിനെ ആരാധിക്കുമ്പോൾ, സറാഫുകൾ ആരാധിക്കുമ്പോൾ, കർത്താവെ സർവ്വജ്ഞാനിയായ കർത്താവെ എന്ന് പറഞ്ഞല്ല ആരാധിക്കുന്നത്. നമ്മൾ ഒരിക്കൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ കുറിച്ച് ഒരു ചെറിയൊരു കാര്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത്. അപ്പം ഒത്തിരി കൾട്ടുകൾ എഴുന്നേൽക്കുക. പാപം ചെയ്താലും കുഴപ്പമില്ല, യേശു തന്നെ അല്ല ദൈവം, യേശു ജീസസ് ഈസ് എ വൺ ഓഫ് ദ ലോർഡ്, വൺ ഓഫ് ദ ഗോഡ് എന്നാ പഠിപ്പിക്കുന്നത്. എത്രയോ തരത്തിൽ ദൈവവചനത്തിന്റെ ബാക്ക് ബോണെ ഉടച്ചു കളയുന്ന എത്രയോ കൾട്ട് ഗ്രൂപ്പുകൾ, എത്രയോ യൗവനക്കാര്. പ്രത്യേകിച്ച് ഞങ്ങൾ യൂത്ത് മിനിസ്ട്രി ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ സമയത്ത് പല കുഞ്ഞുങ്ങളുടെയും ചോദ്യങ്ങൾ ഓർത്തു പോവാ പാസ്റ്ററെ. പല ചോദ്യങ്ങൾ, ചർച്ചിനകത്തു നിന്നുള്ള കുഞ്ഞുങ്ങളുടെ ചോദ്യങ്ങൾ പലവരും ചില സമയത്ത് ഒരിക്കൽ ഒരാളെന്നെ വിടാതെ അവിടെ ഇതിന്റെ ആൻസർ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് പറയാൻ മണിക്കൂറുകൾ, 3 ദിവസത്തെ ക്യാമ്പുകളിൽ എനിക്ക് തോന്നുന്നു ആ വ്യക്തിയുടെ കൂടെ, ആ ബ്രദറിന്റെ കൂടെ തന്നെ മണിക്കൂറുകൾ സമയം. കാരണം ഫോൾസ് കൾട്ട് ടീച്ചിങ്ങിൽ പെട്ടുപോയി. എത്രയോ പരിതാപകരമായ അവസ്ഥ. അടുത്തത് പിന്മാറ്റക്കാർ വർദ്ധിക്കും. അനേകരുടെ സ്നേഹം, വിശ്വാസം തണുത്തുപോകും. വിശ്വാസം ഫെയ്ത്തിൽ നിന്ന് മാറിപ്പോകും. അവർ ഡയല്യൂട്ടഡ് ആയിട്ടുള്ള ആ ഡോക്ടറിനിലേക്ക്, ദൈവത്തിന്റെ വചനത്തിന്റെ നട്ടെല്ലായിട്ടുള്ള കാമ്പായിട്ടുള്ള ഡോക്ടറിനിൽ നിന്ന് അനേകർ മാറിപ്പോ. ദൈവവചനം തന്നെ പറയുന്നുണ്ട്, വിശുദ്ധൻ ഇനി തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ ഇനി തന്നെ അവൻ അഴുക്കാകട്ടെ, അല്ലേ? നീതിമാൻ ഇനി തന്നെ തന്നെ നീതീകരിക്കട്ടെ. വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുന്നവർ കൂടുതൽ, ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടുതലും ലോകത്തെ വിടാനും ലോകത്തിൽ നിന്ന് അകലാനും നോക്കും. അടുത്തത് ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇന്നത്തെ അക്യുറേറ്റ് ആയിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. ജ്ഞാനം വർദ്ധിക്കും. ഇന്ന് ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം AI എന്ന് പറഞ്ഞൊരു കാര്യം വന്നു. മനുഷ്യനൊക്കെ അതിനെക്കുറിച്ചുള്ള സ്റ്റഡികളൊക്കെ ഒരുപക്ഷെ ഫിനി പാസ്റ്റർ ചാനലിനകത്തൂടെ എപ്പോഴെങ്കിലും പാഠഭേദത്തിനകത്ത് പറഞ്ഞു കാണും. മനുഷ്യന്റെയൊക്കെ ബ്രെയിൻ ഐഡിയലായി പോകുന്ന ഒരു കാലഘട്ടം വരിക, സൈക്കോളജിക്കൽ പ്രോബ്ലം കൂടാൻ പോവാ. നമ്മുടെ ഈ വീക്കിലെ പാഠഭേദം AI റിലേറ്റഡ് ആണ്. ഈ വീക്കിലെ പാഠഭേദം, കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ. AI-യുടെ അപകടങ്ങളെ കുറിച്ച് വാദിച്ച ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കിട്ടി. അത് വലിയ കോളിളക്കമായിരിക്കുക. ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ളവർ ആ മരണം ദുരൂഹമാണ്, അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പുറത്തു വന്നിരിക്കുക. എനിവേ പാസ്റ്റർ ഈ ജ്ഞാനം വർദ്ധിക്കുന്നു പറഞ്ഞതിന് മുമ്പ് തന്നെ ഞാൻ ആ വാക്യം കണ്ടുപിടിക്കുകയായിരുന്നു. വേദോസത്തിൽ ഒരു റെഫറൻസ് ഉണ്ട് പാസ്റ്ററെ, അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കുമെന്ന്. ദാനിയേൽ 12:4 ദാനിയേൽ 12:4 മെനി ഷാൽ പാസ് ഓവർ ആൻഡ് നോളജ് ഷാൽ ബി മെനിഫോൾഡ്. വേറെ ട്രാൻസ്ലേഷൻ, മെനി വിൽ പാസ് ത്രൂ ആൻഡ് നോളജ് വിൽ ബി ഇൻക്രീസ്ഡ്. നോളജ് അന്ത്യകാലത്ത് വർദ്ധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. നോളജ് വർദ്ധിക്കുന്ന പറയുന്നത്. ഇന്നത്തെ മനുഷ്യന്റെ ഈ
നോളജിന്റെ ഒരു 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 വികസനം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാസ്റ്റർ, നമുക്ക് ഭയങ്കരം ഭയങ്കര ഊഹിക്കാനൊക്കത്തില്ല. ഓരോ യാ. ദിവസവും പാസ്റ്ററെ മനുഷ്യൻ അപ്ഡേറ്റ് ആകുന്നത് പോലെ പാസ്റ്ററെ, ഓരോ ദിവസവും. യെസ് പാസ്റ്ററെ. പാസ്റ്റർ, എയുടെ കാര്യങ്ങൾ ഭയങ്കര അപകടകരമാണ്. ഞങ്ങള് യങ്സ്റ്റേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ചിരുന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്തതാ. സൈക്കോളജിക്കൽ പ്രോബ്ലം ഇനി ഭയങ്കരമായിട്ട് കൂടാൻ പോവാ. ഇന്ന് ഒരു 25-30 വർഷത്തിന് മുമ്പേ 1000 സ്കൂളുകൾ എടുത്ത് നോക്കിയാൽ ആ 10 സ്കൂളിൽ പോലും സൈക്കോളജിക്കൽ ടീച്ചേഴ്സ് ഇല്ലായിരുന്നു. ഒരു ടീച്ചർ പോലും ഇല്ലായിരുന്നു. ഒരു 25-30 വർഷം മുമ്പ് എടുത്ത് നോക്കൂ. ഒരു സ്കൂൾ 1000 സ്കൂൾ എടുത്താൽ അതിനകത്ത് 10 സ്കൂളിൽ സൈക്കോളജിക്കൽ ടീച്ചേഴ്സ് ഇല്ലായിരുന്നു. 25 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ ഈ കാലം എത്തിയപ്പോഴത്തേന് എല്ലാ സ്കൂളുകളിലും സൈക്കോളജിക്കൽ ടീച്ചേഴ്സ്. 1000 സ്കൂൾ എടുത്താൽ 900 സ്കൂളിലും പക്ഷേ സൈക്കോളജിക്കൽ ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. കാരണം പാസ്റ്റർ, ഞാനൊന്ന് അതുപോലെ. ആഡ് ചെയ്തോട്ടെ, ഇന്ററപ്റ്റ് ചെയ്യുന്ന പ്ലീസ് വിഷമമാണ്, പാസ്റ്റർ, എന്നാലും പ്ലീസ് വളരെ പാസ്റ്റർ. പാസ്റ്റർ പറഞ്ഞ ഇൻഫർമേഷനെ ഞാൻ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. എൻ്റെ മോള് BSc സൈക്കോളജിയാണ് പഠിക്കുന്നത്. ഒരു കാലഘട്ടം വരെ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു വിഷയമല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം സൈക്കോളജിക്ക് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഓൾ ഇന്ത്യ തലത്തിലുള്ള എൻട്രൻസ് വന്നപ്പോൾ ആയിരക്കണക്കിന് കുട്ടികളാണ് സൈക്കോളജി പഠിക്കാൻ വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കോവിഡ് അനന്തര കാലഘട്ടത്തിൽ, കോവിഡിന് ശേഷം എല്ലാവർക്കും ഡിപ്രഷനും സൈക്കോളജിക്കൽ ഇഷ്യൂസുമാണ്. നാളെയുടെ ഒരു വലിയ നീഡാണ് എല്ലാ സ്ഥാപനങ്ങളിലും സൈക്കോളജിസ്റ്റുകൾ. യെസ് പാസ്റ്റർ. പറഞ്ഞിട്ട് പാസ്റ്ററെ. യെസ് പാസ്റ്ററെ. ഇന്ന് സൈക്കോളജിക്കൽ സെന്റേഴ്സ് അല്ലെ സൈക്കോളജിസ്റ്റുമാരെ സ്കൂളുകളിൽ ഭയങ്കരമായിട്ട് അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. 2 പക്ഷെ ഹോസ്പിറ്റലുകളെക്കാട്ടിലും കൂടുതൽ ഇന്ന് ബൂമാകുന്ന ഒരു സെന്റർ ഉണ്ടെങ്കിൽ സൈക്കോളജിക്കൽ സെന്റേഴ്സാണ്. എന്തുകൊണ്ടായി കാരണം എന്നറിയാമോ? ഏറ്റവും കൂടുതൽ നോളജ് വർദ്ധിച്ചു. കാരണം അതിന്റെ മറ്റൊരു രീതി നമുക്ക് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ്, അല്ലെങ്കിൽ അതുപോലുള്ള ടെക്നോളജീസ് വർദ്ധിച്ചു. പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുമോ, ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്രേ ഷെയർ ചെയ്യും. നിങ്ങൾ ഇവിടം തൊട്ട് ഈ 2024 അവസാന സമയത്ത് ഞങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർത്തു. ഇവിടം തൊട്ട് അടുത്ത 10 വർഷം നിങ്ങൾ കണക്ക് കൂട്ടിക്കും. ഇനിയും AI നിമിത്തം സൈക്കോളജിക്കൽ പ്രോബ്ലങ്ങൾ കുറയാൻ പോവല്ല, സൈക്കോളജിക്കൽ പ്രോബ്ലം പല മടങ്ങായി തീവ്രതയാകാൻ പോവാ. മനുഷ്യന്റെ ബ്രെയിൻ ഐഡിലായി തീരും. ഇന്നിപ്പം ഫിസിക്കലി നമ്മൾ ഓരോ രോഗത്തിന് പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന മനുഷ്യർ പലരും സൈക്കോളജിക്കലി പ്രോബ്ലം ഉള്ളവരായി മാറാൻ പോവും. കാരണം മനുഷ്യന്റെ ടെക്നോളജിയുടെ ഉപയോഗം മനുഷ്യനെ അങ്ങനെ ആക്കി തീർക്കും. ദാനിയേൽ പ്രവചിച്ചതാ. ദാനിയേൽ എന്ന് ജീവിച്ചിരുന്നതാ? ദാനിയേൽ ഏകദേശം BC 600കളിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാ. BC 606 നെബൂഖദ്നേസർ രാജാവ് വന്ന് ആദ്യത്തെ ബാബിലോണിൽ നിന്ന് വന്ന് പിടിച്ചോണ്ട് പോന്നെ. അന്ന് പിടിച്ചോണ്ട് പോയവരുടെ കൂട്ടത്തിലുള്ള ദാനിയേൽ എന്ന് ഏകദേശം 17 വയസ്സേ ഉള്ളൂ. BC 606കളിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാ. ഇന്നത്തെക്കാട്ടിലും 2600 വർഷം മുമ്പ് ദൈവവചനം പ്രവചിച്ചത്. ഞാൻ ഒരു വാക്കും കൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ബൈബിൾ സ്നേഹിതരായിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാ പ്രേക്ഷകരോടും പറയട്ടെ. ദൈവം അന്ന് പ്രവചിച്ചതൊക്കെ ഞങ്ങൾ ഇന്ന് എടുത്തു പറയുക. BC 606 പ്രവചിച്ചു, BC ഇന്ന നാളുകളിൽ പ്രവചിച്ചു. നോക്കിയേ, ഇന്ന് വരെ അത് നടന്നുകൊണ്ടിരിക്കാം. കർത്താവിന്റെ വചനത്തേക്ക് അകത്തുനിന്ന് മുമ്പേ പ്രവചിച്ച പല കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ നോക്കിക്കോ. ദൈവവചനത്തിനകത്തുണ്ട് ഇവിടുന്ന് മുന്നോട്ടുള്ളതും 2025, 30, 50 എത്ര നാളുകളുണ്ടോ നമ്മുടെ കർത്താവിന്റെ വരവിന് മുമ്പേ ഉള്ളത്, അങ്ങോട്ടുള്ളത് പ്രവചന വാക്കുകളും ബൈബിളിൽ കിടപ്പുണ്ട്. കാരണം ഇത് എഴുതിയത് മനുഷ്യന്റെ ബുദ്ധിയും കൊണ്ടല്ല, നിത്യനായ ഉടമസ്ഥൻ ക്രിയേറ്റർ എഴുതിയ ഇവൻ സാത്താന്റെ ഭാവി പോലും ദൈവം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവനെ എന്നേക്കുമായി പിടിച്ചു കെട്ടുന്ന, അവനെ എന്നേക്കുമായിട്ട് തകർത്ത് കളയുന്ന ഒരു കാലഘട്ടം ഉണ്ടെന്ന് പോലും സാത്താന്റെ ഭാവി പോലും ദൈവം വിധിച്ചു വെച്ചേക്കുക. അപ്പം പുറകിൽ നിന്ന് ഇങ്ങോട്ട് മാത്രമല്ല, അല്ലെങ്കിൽ പ്രസന്റ് കാലഘട്ടത്തിൽ മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂതകാലത്തിൽ നിന്നുകൊണ്ട് ഇവിടെ വരെയുള്ള പ്രസന്റ് കാലത്തിലോട്ട് മാത്രമല്ല, ഈ പ്രസന്റ് കാലത്തിൽ നിന്നുകൊണ്ട് ഭാവി കാലത്തിലേക്ക്, ഫ്യൂച്ചറിലേക്ക് പോലും ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ പറഞ്ഞതും നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നോളജി എന്നുള്ളത് മാറട്ടെ. അടുത്തത് ഫിഗ് ട്രീ. ദൈവവചനത്തിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് ഫിഗ് ട്രീയെ കുറിച്ചാ, അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ചാ. ഒലിവ്,
മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ ഓർത്തോ വേനൽ അടുത്തു. നിങ്ങളോട് അനേക പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു, അത്തി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്രയേൽ, ഒലിവ് എന്ന് പറഞ്ഞാൽ റിലീജിയസ് ഇസ്രയേൽ, മുന്തിരി എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഇസ്രയേൽ. കേട്ടോ, ഇതെല്ലാം തളുത്തു, ഇതെല്ലാം തളിർത്തു. ഒരിക്കൽ കൂടെ, അത്തി എന്ന് പറഞ്ഞാൽ, അത്തിമരം എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് ഒരിക്കൽ അത്തിമരത്തെ ശപിച്ചതാ. അതൊരു പ്രൊഫറ്റിക്കൽ ആക്ട് ആയിരുന്നു. അത്തിമരത്തെ ശപിച്ചു. അത്തി തളുർക്കും. ഇസ്രയേൽ, പൊളിറ്റിക്കൽ ഇസ്രയേൽ 1948 മെയ് മാസം അവന് രാജ്യമായി തീർന്നു. അവൻ പൊളിറ്റിക്കലി ബൂമായി. റിലീജിയസ് ഇസ്രയേൽ, ഒലിവ് റിലീജിയസ് ഇസ്രയേലിനെ കാണിക്കുന്നു. അടുത്തത് മുന്തിരി സ്പിരിച്വൽ ഇസ്രയേലിനെ കാണിക്കുന്നു. അത്തി മുതലായ വൃക്ഷങ്ങൾ. പോട്ടെ, ഇസ്രയേലിന്റെ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി. ഇസ്രയേലാണ് ലോകത്തിലെ ദൈവത്തിന്റെ ഘടികാരമാണ്. ദൈവത്തിന്റെ സമയം അറിയിക്കുന്ന ലോകത്തിനുള്ള ഘടികാരമാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം. ഇന്നെല്ലാ സെക്കുലർ മീഡിയയും എടുക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നു. കാരണം ദൈവവചനം അറിയാവുന്ന ദൈവവൃത്യന്മാർ അനേകർ അത് ആഴത്തിൽ പഠിപ്പിക്കുന്നു. അടുത്തത് സൈൻ ഓഫ് നോഹ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയുള്ള അടയാളം. മനുഷ്യർ സ്വസ്നേഹികള്, വിറ്റും തിന്നും കുടിച്ചും അവർക്ക് അങ്ങനത്തെ ഒരു ലൈഫ് മതി. പക്ഷെ ജലപ്രളയം വന്ന് മുക്കിക്കളയുവോളം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ദൈവവചനം അറിയാവുന്നവർ, മത്തായിയുടെ സുവിശേഷം 24 ആ വാക്കുകൾ എത്ര ആഴത്തിലാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. 10ാമത്തെ ജനറേഷനിലാണ് ഇത് സംഭവിക്കുന്നത്. 10ാമത്തെ ജനറേഷൻ. 10 എന്ന് പറഞ്ഞ വേർഡിന്റെ സ്പിരിച്വൽ മീനിങ് സൈൻ എന്നാ. 10 എന്ന് പറഞ്ഞാൽ പല യഹൂദന്മാരുടെ കൾച്ചറുകളിൽ കൂടി പഠിക്കുമ്പോൾ അറിയാം. 10 എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ അർത്ഥം സൈൻ, ടെസ്റ്റിമണി, നോഹയുടെ അടയാളം. നോഹയിൽ കൂടെ ദൈവം ഭൂമിക്ക് അടയാളം കൊടുത്തേ. ആദം തൊട്ട് 10ാമനായിരുന്നു നോഹ. നമ്മൾ അതൊക്കെ ചിന്തിച്ചു. 7ാമനായിരുന്നു ഹാനോക്ക്, 13ാമനായിരുന്നു നിമ്രോദ്, 20ാമനായിരുന്നു അബ്രഹാം. നോഹയുടെ അടയാളം പോലെ മനുഷ്യപുത്രന്റെ നാളുകളിൽ അടയാളം. അടുത്തത് ലെസ്റ്റ്, മ്ലേച്ഛത, പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പല ഗവൺമെന്റും അതിനെ ലീഗലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ? ലീഗലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ? എത്രയോ ഓപ്പണായിട്ട് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഈ പറഞ്ഞ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടല്ലോ, ജെൻഡർ ഡിഫറൻസ്, അതിൻ്റെ ആ ബേസിക് ബിബ്ലിക്കൽ ഡിവൈൻ ദൈവം വെച്ച കൺസെപ്റ്റിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള പഠിപ്പീരുകൾക്ക് ഭയങ്കര പ്രൊമോഷനാണ് കിട്ടുന്നത്. കൊച്ചു ക്ലാസ്സുകളിൽ പോലും സ്കൂൾ കുട്ടികൾ പോലും ആ ഒരു ഫിലോസഫിയിലേക്ക്, ആ ഒരു ചിന്താഗതികളിലേക്ക് അവർ വശീകരിച്ചുകൊണ്ട് പോവുകയാണ്. ആൺകുട്ടിയുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്യുന്നു, നീ ആണല്ല, നീ പെണ്ണാണ്. പെൺകുട്ടിയുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്യുന്നു, നീ പെണ്ണല്ല, നീ ആണാണ്, നിന്റെ ശരീരത്തിൽ ഇരിക്കുന്നത് ഒരാണാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം പാസ്റ്റർ? ഇപ്പം ഇതൊരു ഭയങ്കര ഡിസപ്ഷനാണ്, വലിയ വ്യാജം, ഒരു കള്ളമാണ്. പല അങ്ങനെ പോയ പല കുട്ടികളും പിന്നീട് പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സെക്സ് ചേഞ്ച് ചെയ്യാനുള്ള സർജറിയൊക്കെ കഴിഞ്ഞ ശേഷം വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വഞ്ചിക്കപ്പെട്ടു, എൻ്റെ ചെറിയ പ്രായത്തിൽ എന്നെ കറക്റ്റ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. ഞാൻ എത്രയോ ടെസ്റ്റിമോണീസ് കേട്ടെന്നറിയാം പാസ്റ്ററെ. എന്നെ കറക്റ്റ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതികേട് വരത്തില്ലായിരുന്നു. ഞാനൊരു പെൺകുട്ടി തന്നെയായിരുന്നു, പക്ഷെ ആരൊക്കെയോ എന്നെ വിശ്വസിപ്പിച്ചു ഞാൻ പെൺകുട്ടിയല്ല ആണാണെന്ന്. അതിനാണ് സെക്സ് ചേഞ്ച് ചെയ്യാനുള്ള സർജറിക്ക് പോയത്. ഇത് വളരെ ശക്തമായിട്ട് ലോകത്തെ ഇന്ന് കീഴടക്കിക്കൊണ്ടിരിക്കുക. ഇത് കർത്താവിൻ്റെ വരവിൻ്റെ വലിയ ലക്ഷണമാണ്. പാപം അതുപോലെ വർദ്ധിച്ചു. പക്ഷേ ഈ ജെൻഡർ ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ വരുന്നവര്, ചില ആൾക്കാര് ആഴത്തിൽ ഇതിനെക്കുറിച്ച് പഠിച്ചവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ചോദിക്കുന്നത്, ചില ബോയ്സിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ ബ്ലഡിനകത്ത് ഏത് ക്രോമസോമാ ഉള്ളേ? വൈ ക്രോമസോമാണോ, എക്സ് ക്രോമസോമാണോ? അത് മാറ്റാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഫീച്ചേഴ്സ് മാറ്റാം, നിങ്ങളുടെ ഡ്രസ്സ് മാറ്റാം, ഇതെല്ലാം മാറ്റാം. പക്ഷെ ദൈവത്തിന്റെ ആ സിഗ്നേച്ചർ പോലെ കിടക്കുക. അതെ, ഇന്നത്തെ വലിയൊരു ഒരു കാര്യമാ ലെസ്റ്റ്. എത്രയോ വർദ്ധിച്ചു. അടുത്തത് പ്രധാനപ്പെട്ട കാര്യമാ വൺ വേൾഡ് ഗവൺമെന്റ്. യേശു കർത്താവിന്റെ 1ാം വരവിന് മുമ്പേ റോമൻസ്, ഗ്രീക്ക്, അതിന്റെ സ്വാധീനങ്ങൾ ഭയങ്കരമായിരുന്നു. ഒറ്റ ഗവൺമെന്റ്. ഇനി ദാനിയേലിന്റെ പുസ്തകത്തിലോട്ട് പോയാലോ, അതായിരുന്നു ആ ബിംബത്തിന്റെ തങ്കം കൊണ്ടുള്ള തല, സിൽവർ അല്ലെങ്കിൽ വെള്ളിയും കൊണ്ടുള്ള ചെസ്റ്റ്. അടുത്തത് അരഭാഗം ഇരുമ്പ് കൊണ്ടുള്ളതായിരുന്നു, താമ്രം കൊണ്ടുള്ളതായിരുന്നു. നോക്കി, ആ ഒരു ഭൂമിയുടെ ഗവൺമെന്റിന്റെ ആ സിസ്റ്റം ദൈവം കൊടുത്തതിന്റെ മധ്യഭാഗം റോമൻ ഗവൺമെന്റ് ആയിരുന്നു.
അല്ലെ? മേദ്യ, പേർഷ്യ, അത് കഴിഞ്ഞിട്ട് ഉടനെ വന്നത് റോമൻ ഗവൺമെന്റ്, ഗ്രീക്ക്. ആ ഇരുമ്പ് ആ കാലഘട്ടങ്ങളിൽ വെച്ചോണ്ട്, ആ ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങൾ യേശു വരുന്നത് ഇതുപോലെ തന്നെ തന്റെ രണ്ടാമത്തെ വരവിന്റെ സമയത്ത്. അതെ, പക്ഷെ ഇരുമ്പും വൺ വേൾഡ് കളിമണ്ണും ഗവൺമെന്റിന് ചേർന്ന വേണ്ടി. ഒരു കാലം എന്നാ പറയുന്നത്. ഇരുമ്പും കളിമണ്ണും ചേർന്നൊരു അതെ, കാലം എന്ന് പറഞ്ഞാൽ മിക്സ് ആകത്തില്ല, എക്സാക്ട്ലി. മിക്സ് ആകത്തില്ല അത് ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടം. കാലം ഇരുമ്പും കളിമണ്ണും ചേർന്ന കാലഘട്ടമായിട്ട് ഇന്ന് മാറിയേക്കും പക്ഷേ. ഒന്നംഗം കൊണ്ടുള്ള തല, അത് നെബൂഖദ്നേസർ രാജാവായിരുന്നു. അടുത്തത് സിൽവർ, മേദ്യ പേർഷ്യ സിൽവർ സാമ്രാജ്യമായിരുന്നു. മേദ്യ പേർഷ്യ സാമ്രാജ്യം. അടുത്തത് പിന്നെ ഗ്രീക്ക് സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം. പിന്നെ റോമാ അതിനുശേഷം സാമ്രാജ്യം. ആ റോമാ റോമാസ്. റോമാ സാമ്രാജ്യത്തിന്റെ ചരിത്രപരമായ പിന്തുടർച്ചയാണ്, ആ നാലാമത്തെ മൃഗമാണ് ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ആ അതെ, കാലഘട്ടങ്ങളിൽ, യെസ് പാസ്റ്ററെ, ആ ഒരു കാലഘട്ടങ്ങളിൽ എന്തു സംഭവിച്ചോ അതുപോലെ തന്നെയാ ഇന്നും ഓരോ കാര്യങ്ങൾ, ദൈവത്തിന്റെ കർത്താവിന്റെ വരവിന് മുമ്പേ ഓരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിയ വൺ വേൾഡ് ഗവൺമെന്റ് വന്നുകൊണ്ടിരിക്കുക. എത്ര ആൾക്കാര്, നമ്മുടെ പൊളിറ്റീഷ്യന്മാര്, റിലീജിയസ് ആൾക്കാര്, അവർ ഒരുമിച്ച് കൂടി ഒറ്റ ഗവൺമെന്റ് ലോകം മൊത്തം വേണമെന്നുള്ളതിനെ കുറിച്ച്. അടുത്തത് ഒരു വൺ കറൻസി സിസ്റ്റം, ഒരു മേജർ കാര്യമാണ്. വൺ കറൻസി സിസ്റ്റം, ലോകം മൊത്തം ഒരു കറൻസി സിസ്റ്റം. അടുത്തത് ആ ലോകം മൊത്തം ഒറ്റ ട്രാൻസാക്ഷൻ സിസ്റ്റം ആകും. ഒരേ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് ഞാൻ ഫിന്നി പാസ്പോർട്ട് ഇതിനു മുമ്പേ ഒന്ന് സംസാരിച്ചായിരുന്നു. 666 കാര്യങ്ങളൊക്കെ നോക്കിയാ ഒന്ന് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വരാം. ഫാമിൻ, പക്ഷെ ആ ഭാഗത്തൊക്കെ ഇന്ന് ഭയങ്കര കയറാൻ പറ്റുമെന്ന് ക്ഷാമങ്ങൾ. എനിക്ക് തോന്നുന്നില്ല മാസ്റ്ററെ. അതെ കാരണം അതെ പാസ്റ്ററെ, ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മളും തിരക്കാ, എല്ലാവരും തിരക്കാ. നമ്മുടെ പ്രേക്ഷകർ തരാം. ശരി. പാസ്റ്ററെ, ഫാമിൻ, ഒരു കാര്യം കൂടെ, പെർസിക്യൂഷൻ ഭയങ്കരമായിട്ട് ജനത്തിനെതിരെ. കാരണം ഇതെല്ലാം സാത്താൻ അറിയാം, വെളിച്ചമായത് മാറാതെ ഈ ഭൂമിയിൽ ഇരുട്ട് വരാൻ പറ്റത്തില്ല. വെളിച്ചത്തോട് എന്നും പിശാചിന് ദേഷ്യമാണ്, അല്ലെങ്കിൽ അവന് കോപമാണ്, അവന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. വെളിച്ചമുള്ളിടത്തോളം കാലം ഇരുളിന്റെ പ്രവർത്തനങ്ങൾ നടക്കത്തില്ല. ഓരോ ദൈവവൈതലിനെയും ദൈവം ദേശത്താക്കി വെച്ചേക്കുന്നത് ദേശത്തിന്റെ വിളക്കായിട്ടും വെളിച്ചമായിട്ടും. പക്ഷേ ഇതിനകത്തെ ഓരോ വിഷയം, വൺ വേൾഡ് ഗവൺമെന്റും 666ഉം ഈ ട്രാൻസാക്ഷനും, വെളിപ്പാട് ദിവസം 13 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതും കൂടെ ഒന്ന് തൊട്ടിട്ട് നമുക്ക് നിർത്താം, അല്ലേ? കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, സാത്താന്റെ മുദ്ര ഏൽക്കണം. ഇതൊക്കെ യോഹന്നാൻ പത്മോസിൽ കിടന്ന് കർത്താവ് കാണിച്ചു കൊടുത്ത, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാണിച്ചു കൊടുത്ത. അന്നൊക്കെ പണ്ടൊക്കെ നമ്മുടെ ദൈവദാസന്മാര് പ്രസംഗിക്കുമായിരുന്നു. ടിവിയെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ കളിയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലേ? അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അനേകർ പറഞ്ഞു അതാണ് അന്തിക്രിസ്തു എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ മാറി. നമ്മുടെ ചർച്ചുകളിൽ കീബോർഡ് കീബോർഡ് വന്നപ്പോൾ അത് അന്തിക്രിസ്തുവിന്റെ സാധനമാണെന്ന് പ്രസംഗിച്ചവരുണ്ട്. പിന്നെ ചർച്ചുകളിലെല്ലാം കീബോർഡായി, കമ്പ്യൂട്ടറായി, ലാപ്ടോപ്പായി. ഇങ്ങനെ അതത് കാലഘട്ടങ്ങളിൽ അപ്ഗ്രേഡായി വന്ന് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇവൻ ചിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ചിപ്പൊക്കെ ഉണ്ടായിരുന്നു 20 വർഷം മുമ്പൊക്കെ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ചിപ്പിനെ കുറിച്ച് പറയായിരുന്നു. മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ചിപ്പ്. ഞാൻ പക്ഷേ അത് 20 വർഷത്തിന് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. കോളേജുകളിൽ പോയി ഞാൻ പ്രസംഗിച്ചു, ഒത്തിരി കോളേജുകളിൽ യൗവനക്കാരോട് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിന്റെയൊക്കെ അവിടുന്ന് കഴിഞ്ഞു. ഇന്ന് ചിപ്പിന്റെ ആവശ്യമില്ല, അല്ലേ? ഫിന്നി പാസ്റ്റർ സംസാരിക്കുന്ന സമയത്ത് ആ വേർഡ് പാസ്റ്റർ പറയുകയും ചെയ്തു. ഇന്ന് ചിപ്പിന്റെ ആവശ്യമില്ല. ഇന്ന് നമ്മുടെ ഐ, നമ്മുടെ ഫിംഗർ, ഇതെല്ലാം സ്കാൻഡ് ആയിട്ട് നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡിജി യാത്രയുടെ സിസ്റ്റത്തിൽ പോയി നിന്നാ മതി, ഒന്നും കാണിക്കണ്ട. ഒരു ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡേറ്റ നോക്കിയാൽ മതി. അതെ അതെ. പക്ഷേ ഞാനത് പറഞ്ഞപ്പോഴേ, ചിപ്പിന്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞോട്ടെ രണ്ട് പാസ്റ്റർ. ലൈസൻസ് ഇരിപ്പുണ്ട്. എനിക്കറിയത്തില്ല അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിയർ ആയിട്ട് കാണുന്നില്ല പാസ്റ്റർ, അതൊക്കെ ലൈറ്റിങ്ങിന്റെ കൊണ്ട്. ഓക്കെ, ലൈറ്റിങ്ങിന്റെ തന്നെയല്ല പക്ഷേ, ഇത് ഫോക്കസ്ഡ് അല്ല. എൻ്റെ 2 ലൈസൻസ് ഇത് കേട്ടോ. ഒന്ന് എൻ്റെ പഴയ ലൈസൻസ്, കളറുള്ളത്, ഒരു ചിപ്പൊക്കെ കാണാം അതേല്. ഓക്കെ ഓക്കെ, അതെ അതെ ചിപ്പുള്ള ലൈസൻസ്, എൻ്റെ പഴയ ലൈസൻസ്. ഇത് ഇന്ന് എനിക്ക് കിട്ടിയ ലൈസൻസ് മേളത്തിലുള്ളത്. ഈ ചിപ്പുള്ള ലൈസൻസ് വലിയൊരു സംഭവമായിരുന്നു കേട്ടോ. ഇത് കിട്ടിയപ്പോൾ ഈ ലൈസൻസ് ചിപ്പ് വന്നെന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരുണ്ട്. പക്ഷെ പുതിയ ലൈസൻസിന്റെ അകത്ത് നിന്ന് ചിപ്പ് പോയി. കാരണം ചിപ്പ് സംഭവം ഔട്ടായി. ഇപ്പൊ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് ഈ QR കോഡ്. ഇതിന്റെ കോഡ് ഇപ്പൊ ചിപ്പൊന്നും വേണ്ട, ഒരു QR കോഡ് മതി. ഐഡന്റിഫൈ ചെയ്യാൻ ഒരു QR കോഡ് മതി. അപ്പം ഇത് ഞാൻ എന്തിനാ, ഇത് എൻ്റെ പേഴ്സ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. 2 ലൈസൻസ് പേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ച് പ്രേക്ഷകരെ കാണിക്കാൻ പാസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് കാണിച്ചാൽ രസകരമായിരിക്കും.
ചിപ്പിൻ്റെ പ്രസംഗമൊക്കെ ഔട്ട്ഡേറ്റഡ് പ്രസംഗം, അത് പഴയ പ്രസംഗം. പാസ്റ്റർ പറഞ്ഞാൽ 20 വർഷം മുമ്പ് പ്രസംഗിച്ച പ്രസംഗമാണ്. സത്യത്തിൽ ഇന്നത്തെ കാലത്ത് ഒരു ചിപ്പും നമ്മുടെ നെറ്റിക്കകത്തോ കൈക്കകത്തോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കണ്ണിൻ്റെ ഒരു സ്കാനിങ്, നമ്മുടെ വിരലിൻ്റെ, നമ്മുടെ കൈയുടെ ഒരു സ്കാനിങ് മതി നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. പാസ്റ്റർക്ക് അറിയാമോ, നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് AI ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ആരാ നടന്നെന്നുള്ള അവൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും പോലീസിന് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റും. നമ്മൾ സ്കാനൊന്നും ചെയ്യണ്ട, മേളിലിരിക്കുന്നൊരു ക്യാമറ ആ റോഡിൽ കൂടെ നടന്നു പോകുന്നവരെ സ്കാൻ ചെയ്ത് കയറ്റി വിടുന്നു. കൃത്യമാ പാസ്റ്ററെ, ഈ പറഞ്ഞു വരുന്നത് ഈ 666 ചിപ്പ് വെച്ചല്ല, അതിനപ്പുറമായിട്ടുള്ള ഡേറ്റയും അതിനപ്പുറമായിട്ടുള്ള ടെക്നോളജിയും വളർന്നു കഴിഞ്ഞു. വേദപുസ്തകം പറഞ്ഞതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെ അതെ, ഒരിക്കലും മനുഷ്യന് പാസ്റ്റർ ഇത് ചിന്തിക്കത്തില്ല. ലോകം മൊത്തം ഒരേ ട്രാൻസാക്ഷൻ സിസ്റ്റം ആവുമോ, വിൽക്കാനും വാങ്ങാനും ഒക്കെ കൈ കാണിക്കേണ്ടി വരുമോ, നെറ്റി കാണിക്കേണ്ടി വരുമോ എന്നൊക്കെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ കോവിഡ് അതെല്ലാം അത് കൊണ്ടുവന്നു, സകല മനുഷ്യരെയും അത് പഠിപ്പിച്ചു. അത് വിൽക്കണമെങ്കിലും വാങ്ങണമെങ്കിലും ഇതൊക്കെ ആവശ്യമാണെന്ന്, അല്ലേ? ഒന്നുമില്ലെങ്കിൽ അന്നും QR കോഡാ. പോയി വാക്സിനേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് കാണിക്കണം, ആ സർട്ടിഫിക്കറ്റ് അവര് ഒന്ന് നോക്കും, അതിനകത്തും QR കോഡുണ്ട്. ചുരുക്കം QR കോഡ് അല്ല, ഒരു ലിങ്കിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നു. നോക്കിയേ, ദൈവവചനം എന്തു പറഞ്ഞു അന്ത്യകാലത്ത്. നമ്മൾ ഇന്ന് വരെ, ഇനി നാളുകളിൽ, ഇന്നിപ്പോ നമ്മുടെ അറിവിൽ വെച്ചുകൊണ്ട് AI കുറിച്ച് നമുക്ക് പറയാം. ഇനി നാളെ AI അപ്പുറം എന്തു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പക്ഷേ ബൈബിൾ പറഞ്ഞതിന്റെ വന്ന് നിന്നിരിക്കും. ദൈവവചനം പറഞ്ഞിരിക്കുന്നത് അത് സത്യമാ. കാരണം സത്യമായവനാ, വഴിയും സത്യവും ജീവനുമായവനാ പറഞ്ഞത്. സത്യവാനും നീതിമാനും അത് പറഞ്ഞത്. അവന്റെ വാക്കിനനുസരിച്ച സകലതും അവൻ സെറ്റ് ചെയ്തേക്കുന്നത്. അവന്റെ വഴിയിൽ കൂടെ മാത്രമേ പോകത്തുള്ളൂ. കാരണം ഭൂമിയെ നിയന്ത്രിക്കുന്ന കർത്താവാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരെ ഞാൻ ഒരു വാക്കും കൂടെ പറഞ്ഞ് നിർത്തിക്കോട്ടെ പാസ്റ്ററെ. നോക്കിയേ, ഈ യുദ്ധവും ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത്, കർത്താവിന്റെ വരവിനെ കുറിച്ച് വിളിച്ചറിയിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? റിപ്പന്റ്, മാനസാന്തരപ്പെടുക. ദൈവവചനം പറഞ്ഞേക്കുന്ന സത്യത്തിൽ എല്ലാ കാര്യങ്ങളും സത്യമല്ല, എല്ലാ കാര്യവും വിശ്വാസമല്ല. നമ്മൾ വിശ്വസിക്കേണ്ടതിനെ വിശ്വസിക്കണമെന്ന്. നമ്മൾ എന്തിനേയും പോയി വിശ്വസിക്കാൻ പറ്റത്തില്ല. ദൈവം വിശ്വാസവാനായ ദൈവം എന്ന് പറഞ്ഞു, നീതിമാനായ ദൈവം എന്ന് പറഞ്ഞു, അതിനെ വിശ്വസിക്കേണ്ടേ, ദൈവവചനത്തെ വിശ്വസിക്കേണ്ടേ. ആ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ഇസ്രയേലിന്റെ യുദ്ധത്തെക്കുറിച്ചുള്ള അനേകം മിസ്റ്ററീസ് ഇനിയും കിടക്കുക. നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ടതായിട്ട് കണ്ടത്, യേശുവിന്റെ 1ാം വരവിന് മുമ്പേ ദൈവം എങ്ങനെ ഗവൺമെന്റിനെ, ഭൂമിയെ, പൊളിറ്റിക്കൽ ഈ കാര്യങ്ങളെയെല്ലാം ദൈവം എങ്ങനെ ഒരുമിപ്പിച്ചു. അതേപോലെ തന്നെ കർത്താവിന്റെ 2ാം വരവിന് മുമ്പേ എവ്രിതിങ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. രഹസ്യവരവല്ല, അതിനുശേഷമുള്ള ആ വരവിന് വേണ്ടി എവ്രിതിങ് കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നോക്കിയേ, ഇതാർക്ക് ചെയ്യാൻ പറ്റും? ഇത് നീ സകലവും നിയന്ത്രിക്കുന്ന ദൈവത്തിനല്ലാതെ മറ്റാർക്കും പറ്റത്തില്ല. പക്ഷേ അവർക്ക് ദൈവത്തെക്കാട്ടിലും ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷെ ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതനായ ഒരാൾ പറഞ്ഞതാ, ഒരു പ്രത്യേക രാജ്യക്കാരുടെ കാര്യം പറഞ്ഞ, അവിടെയുള്ള ആൾക്കാർ ദേ ആർ നോട്ട് റിലീജിയൻ. അവർ റിലീജിയനെ വിശ്വസിക്കുന്നില്ല, ബട്ട് ദേ ആർ സ്പിരിച്വൽ. അവര് സ്പിരിച്വലാ. അവര് പല സൂപ്പർ സ്പീഷ്യസ് കാര്യങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. അവർ ഏലിയൻസിനെ വിശ്വസിക്കുന്നുണ്ട്, മന്ത്രവാദത്തെ വിശ്വസിക്കുന്നുണ്ട്. അവരിങ്ങനെയൊക്കെയുള്ള എല്ലാ സ്പിരിച്വൽ, നമ്മുടെ ഭാഷ പറഞ്ഞ, പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ എല്ലാ തട്ടിക്കൂട്ട് കാര്യങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ വി ആർ നോട്ട് റിലീജിയൻ. ഞങ്ങൾ കർത്താവിനെ വിശ്വസിക്കുന്നില്ല. നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മോനെ നീ എന്നെ വിശ്വസിക്കടാ, അല്ലെങ്കിൽ ഞാനങ്ങ് കുറഞ്ഞു പോകും, എന്റെ മഹത്വം കുറഞ്ഞു എന്ന് പറഞ്ഞ് കർത്താവ് വരത്തില്ല. പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുക. ആ വേർഡ് ഭയങ്കര വശം. ഇന്നത്തെ ഒരു വഞ്ചനയുടെ വേർഡ്. വി ആർ നോട്ട് റിലീജിയൻ, വി ബിലീവ് സ്പിരിച്വാലിറ്റി. അവിടെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് കിടക്കുക. ഞങ്ങൾ സ്പിരിച്വാലിറ്റി വിശ്വസിക്കുക, റിലീജിയൻ ആകാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ പിശാചുണ്ടെന്നും അവനെ ഭയപ്പെട്ടും അവന്റെ കാര്യങ്ങളെല്ലാം അവർ വിശ്വസിക്കുകയും ഭയപ്പെടുകയും അവരെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നിത്യവാനായ, സ്നേഹവാനായ, കരുണാവാനായ ദൈവത്തെ അവർ അംഗീകരിക്കുന്നില്ല. ഇതൊരു ഭയങ്കര ഒരു കോട്ടമുള്ള ഒരു തലമുറയാണ്. വ്യഭിചാരവും കോട്ടമുള്ള തലമുറ എന്ന് പറയുന്ന പോലെ ഒരു ഭയങ്കര വിക്കഡായിട്ടുള്ള തലമുറയുടെ നടുവിലാണ്. ഇതെല്ലാം കർത്താവിന്റെ വരവിനെ കാണിക്കുന്നു. പക്ഷേ നമ്മുടെ സമയം ഓടിപ്പോവുക. നമ്മളുടെ ഈ 31-ാം തീയതി 2024 അവസാന മണിക്കൂറുകളിൽ കൂടെയാണ്. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. കർത്താവ് ഒരു സമൃദ്ധമായ ഒരു 2025
അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷം ഞങ്ങളുടെ പ്രേക്ഷകർക്കെല്ലാം ദൈവം തരട്ടെ. നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് വന്ദനം. താങ്ക് യു ഓവർ ടു പാസ്റ്റർ. താങ്ക് യു പാസ്റ്ററെ. പാസ്റ്റർ പറഞ്ഞു അവർ റിലീജിയസ് അല്ല, പക്ഷേ സ്പിരിച്വലാണ്. ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറല്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, പ്രവൃത്തി 17:27 വാക്യം എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ഇംഗ്ലീഷ് ബൈബിളാണ് പെട്ടെന്ന് മുമ്പിൽ വന്നത്. God did this so that they would seek him and perhaps reach out for him and find him. ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തത് ദൈവം ആഗ്രഹിക്കുന്നു മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കണമെന്നും അങ്ങനെ അന്വേഷിച്ചാൽ കണ്ടെത്തുവാൻ കഴിയുമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദോ ഹീ ഈസ് നോട്ട് ഫാർ ഫ്രം എനി വൺ ഓഫ് us. ദൈവം നമ്മളിൽ നിന്ന് ആരിൽ നിന്നും ദൂരെയല്ല. ഈ മനോഹരമായ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനായ സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നു ഓരോ മനുഷ്യനും ദൈവത്തെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കണം. ആ സ്പിരിറ്റ് ഓഫ് എൻക്വയറി 1-ാം നൂറ്റാണ്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ നൂറ്റാണ്ടിലും ആളുകളുടെ അകത്ത് സത്യമറിവാൻ, നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിവാൻ, അങ്ങനെ അറിയാനൊരു ആഗ്രഹമില്ലെങ്കിൽ നമ്മളൊക്കെ അന്ധവിശ്വാസികളാണ്. അറിയാൻ ആഗ്രഹമുള്ളവൻ, മനസ്സിനെ തുറന്നിട്ടവൻ, മനസ്സിൻ്റെ കണ്ണുകളെ തുറന്നവൻ, അവൻ അറിയാൻ അന്വേഷിക്കുന്നവൻ, അവൻ ദൈവത്തെ കണ്ടെത്തുക തന്നെ ചെയ്യും. ധാരാളം കാര്യങ്ങൾ ഇനിയും നമുക്ക് കേൾക്കാനുണ്ട്. പ്രിയ പാസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ചേർന്ന് പറഞ്ഞാട്ടെ പാസ്റ്ററെ. 2024 അവസാന മണിക്കൂറുകളല്ലേ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാലോ പാസ്റ്ററെ? പിന്നെ പാസ്റ്റർ എന്നെ പ്രാർത്ഥിച്ചാൽ വേണ്ടി പ്രാർത്ഥിക്കാം. റോയ് പാസ്റ്റർ എന്നെ പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ ഇത് പഠിക്കുകയും ചിന്തിക്കുകയും കർത്താവെ പല ആംഗിളുകളിൽ കാര്യങ്ങളെ വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളുടെ ജനത്തെ പ്രിപ്പയർ ചെയ്യുവാൻ ഇതൊക്കെ കർത്താവെ ഉപകാരമാകണമേ, ഒരു മുഖാന്തിരമാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ ഞങ്ങൾക്കുള്ളതെല്ലാം തിരുമുമ്പിൽ സമർപ്പിക്കുന്നു, തിരുപാദത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകരെ ഓരോരുത്തരെയും കർത്താവെ 2024 ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും കുടുംബങ്ങളെയും കർത്താവെ സൂക്ഷിച്ചതിന് സ്തോത്രം. കർത്താവെ അവർ കൂടുതൽ ദൈവത്തിൽ വളരുവാൻ ഈ ക്ലാസ്സുകളും ഈ ഡിസ്കഷനും ഒക്കെ അതിനൊരു മുഖാന്തരമാകണമേ. 2025 ഞങ്ങൾക്ക് തരുന്ന വർഷം എൻ്റെ കർത്താവിന് വേണ്ടി അല്പം കൂടെ വർക്ക് ചെയ്യുവാൻ, അല്പം കൂടെ ഓടുവാൻ, അല്പം കൂടെ അധ്വാനിപ്പാൻ, അല്പം കൂടെ പ്രവർത്തിപ്പാൻ, അനേകരെ കർത്താവിലേക്ക് നേടുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിനായിട്ട് വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും സഹായങ്ങളും ഞങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് കഴിയുന്നവരല്ല, ഞങ്ങൾ കഴിവില്ലാത്തവരാ കർത്താവെ. ഞങ്ങൾ ബലഹീനരാ, പക്ഷെ അങ്ങയുടെ ബലം ഞങ്ങളുടെ മേൽ പകരണമേ. 2025 ഞങ്ങളുടെ ലൈഫിൽ സഭകൾക്ക് ഞങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവരെ തിരുനാമം ചൊല്ലി, യേശുവിന്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ കാവലും അങ്ങയുടെ വിടുതലുകളും കരുതലുകളും ഞങ്ങളുടെ ജനത്തിന്റെ മേൽ കർത്താവ് പകർന്നാട്ടെ. ഞങ്ങളുടെ കർത്താവിന് ഞങ്ങൾ എല്ലാ മഹത്വവും ഒരുമിച്ച് ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവെ, കർത്താവിന്റെ ദാസനായ ഫിനി പാസ്റ്ററുടെ സ്തോത്രം. ഈ ഒരു പ്രവർത്തനം അനേകർ കർത്താവെ രാജ്യങ്ങളിലും തുടർന്നും അനേകരിലേക്ക് എത്തുവാൻ, അനേകരുടെ ലൈഫിൽ വെളിച്ചമായി തീരുവാൻ തുടർന്നും ആസാദി ചാനലിനെയും കർത്താവിന്റെ ദാസനെയും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന, ഞങ്ങളുടെ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്ന അനേക അനുഭവങ്ങൾ അവയെ ഞങ്ങളെ വിശ്വാസത്തിൽ പണിയുന്ന, നിത്യത വരെ ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന, ബലമുള്ളവരാക്കി തീർക്കുന്ന അനുഭവങ്ങൾക്കായി സ്തോത്രം. ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു, കൃപയിൽ പൊതിയണമേ. മഹത്വമെല്ലാം ഞങ്ങളുടെ കർത്താവിന് മാത്രം ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണം, നിത്യതയ്ക്കായി ഞങ്ങളെ പണിയണം. പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. സകല ബഹുമാനവും മഹത്വവും ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് അർപ്പിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഒന്നാമത്തെ വരവിന് മുമ്പ് ഒരു ലോകരാജ്യം, റോമാ സാമ്രാജ്യം, ഒരേ കൾച്ചർ, ഒരേ ഭാഷ, അങ്ങനെ ഭൂമി തയ്യാറായെങ്കിൽ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒരു സ്പിരിറ്റ് ഓഫ് എൻക്വയറി എല്ലാ ഹൃദയങ്ങളിലും ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു. പുതിയ ആശയങ്ങൾ കേൾക്കാനുള്ള തയ്യാറെടുപ്പ്, വളരെ റിമാർക്കബിളായിട്ടുള്ളൊരു ചലനം, അത് പറയാതെ വിട്ടുപോകാൻ പാടില്ല. യഹൂദ മതത്തിൻ്റെ ഇടയിൽ മശീഹയ്ക്ക് വേണ്ടി, മശീഹയുടെ വരവിന് വേണ്ടി ഒരു വലിയ കൊതിയുണ്ടായി. കുറേ ആളുകൾ മശീഹ എവിടെയെന്ന് അന്വേഷിച്ച് യാത്ര പുറപ്പെടുവാൻ തുടങ്ങുന്നു. യോഹന്നാൻ സ്നാപകൻ അവരിൽ ഒരാളാണ്. യേശുവിനെ കൈകളിലെടുത്ത് പ്രാർത്ഥിച്ച ശീമോൻ അവരിൽ ഒരുവനാണ്. ഇപ്പോൾ നാഥ എന്ന് പറഞ്ഞ് എന്നെ ഇനിയും സമാധാനത്തോടെ അവിടുന്ന് വിളിച്ചാട്ട്, കാരണം ഇസ്രായേലിലെ രക്ഷയെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടല്ലോ. ദീർഘകാലത്തെ കാത്തിരിപ്പ്. ഹന്ന എന്ന് പറയുന്ന പ്രവാചകി, നഥനയേൽ എന്ന് പറയുന്ന വ്യക്തി,
അത്തിയുടെ കീഴിലിരുന്ന് മശീഹയുടെ വരവിന് വേണ്ടി കൊതിച്ച ഒരു നഥനയേൽ യേശുവിൻ്റെ ഒന്നാമത്തെ വരവിന് മുമ്പ് ഒത്തിരി യഹൂദന്മാരുടെ ഇടയിൽ ഒരു വലിയ ദാഹമുണ്ടായി. കർത്താവെ വേഗം വരണം. ഞാനും പ്രാർത്ഥിക്കുന്നു, റോയ് പാസ്റ്ററും പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് രണ്ടാം വരവിന് വേണ്ടി കൊതിക്കുന്ന ഒരു തലമുറയായി നമ്മുടെ തലമുറ മാറട്ടെ. ഈ തലമുറയിലെ നഥനയേലായി നിങ്ങൾ മാറട്ടെ. ഈ തലമുറയിലെ യോഹന്നാൻ സ്നാപകനായി, ഈ തലമുറയിലെ ഹന്നയായി, ഈ തലമുറയിലെ ശീമോനായി നാം മാറട്ടെ. യേശു കർത്താവ് വേഗം വരട്ടെ. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അഡ്വാൻസായിട്ട് ഒരു പ്രാവശ്യം കൂടെ പുതുവത്സര ആശംസകൾ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.